നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തെ കവടിയാർ പാലസിന് മുന്നിൽ നിന്നാണ്. ഞങ്ങളുടെ തൊട്ടു പിന്നിൽ കാണുന്നതാണ് കവടിയാർ പാലസിന്റെ ഗേറ്റ്. അതെ, ഇത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ സെക്യൂരിറ്റി ഒക്കെ ഇവിടെയുണ്ട്. ഇത് തൊട്ടു മുന്നിൽ ഒരു മനോഹരമായ ഒരു പാർക്കുണ്ട്. രാവിലെ ഒരുപാട് പേർ മോർണിംഗ് വാക്കിനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറെ സജീവമായി രാവിലെ തന്നെ 7 മണിക്ക് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഏറെ സജീവമാണ് നഗരം. സജീവമാണ് വണ്ടികൾ. റോഡ് കവടിയാർ റോഡായാലും ഏറെ തിരക്കേറിയ റോഡാണ്, രാജവീതിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാർ. നമ്മൾ വാർത്തകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുവന്ന. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. നീട്ടിയിരിക്കുകയാണ്. അതെ, ആദ്യത്തെ ട്രയൽ റൺ നേരത്തെ നമ്മൾ കണ്ണൂർ വരെയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ട്രയൽ റൺ ആണ് ഇന്ന് പുരോഗമിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ ഏതാണ്ട് കൊല്ലം പിന്നിട്ടിരുന്നല്ലേ? കൊല്ലം പിന്നിട്ട് ട്രെയിൻ കോട്ടയത്തേക്ക്, അടുത്ത സ്റ്റോപ്പ് കോട്ടയമാണ്, കോട്ടയത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കാസർഗോഡ് വരെ ട്രെയിൻ നീട്ടി എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. കാസർഗോഡുകാർക്കും ഏറെ സന്തോഷകരമായ വാർത്തയാണത്. തീർച്ചയായും. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി കേരളിന്റെ സാധ്യത അടഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം കുറച്ച് ദിവസങ്ങളായി സജീവമായിരുന്നു. പക്ഷേ LDF കേന്ദ്രങ്ങൾ അപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. UDF ആയാലും BJP ആയാലും തള്ളിപ്പോകുന്ന സാഹചര്യമാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം വീണ്ടും ഒരു LDFനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പൂർണ്ണമായും തള്ളിയിട്ടില്ല. കേരളിന്റെ ഇപ്പോഴുള്ള അലൈൻമെന്റിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പദ്ധതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. കേരളയിൽ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറയുന്നത് കേരളത്തിന്റെ പ്രതീക്ഷകൾ വീണ്ടും സജീവമാക്കുകയാണ്. തീർച്ചയായും. മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്നാണ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കേസ് NIAക്ക് കൈമാറിയിരിക്കുന്നു. കൊച്ചി NIA യൂണിറ്റ് ആയിരിക്കും കേസ് അന്വേഷിക്കുക. NIA സംഘം ഇന്ന് അവിടെ എത്തി എല്ലാ തോതിലും കേസ് ഏറ്റെടുക്കും. കൂടുതൽ വിപുലപ്പെടുത്തി അന്വേഷണ സംഘത്തെ കൂടുതൽ വിപുലപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് NIAയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് നമ്മൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. ഈ മുഹമ്മദ് ഷാഫി തട്ടിക്കൊണ്ടുപോയ കോഴിക്കോട്ടെ മുഹമ്മദ് ഷാഫി തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മാറുന്നില്ല എന്നുള്ളതാണ്. മുഹമ്മദ് ഷാഫി തിരികെ വീട്ടിലെത്തിയെങ്കിലും ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു സൂചന പോലീസിനില്ല. അത് പോലീസ് ആ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. വലിയ ആശയക്കുഴപ്പം ആ വിഷയത്തിൽ പോലീസിന് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രഭാത കേരളത്തിലുണ്ടാവും. മറ്റൊന്ന് കോൺഗ്രസിലെ പുനഃസംഘടന. അതിങ്ങനെ വൈകുകയാണ്. അതിനുള്ള എതിർപ്പും ഉറപ്പും ഒക്കെ നമ്മൾ കാണുന്നതുമുണ്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസ് ഉപസമിതി യോഗം 11 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഒരുപക്ഷെ എന്ന് ഈ പുനഃസംഘടന ഉണ്ടായേക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. മറ്റൊന്ന് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. പ്രചാരണം ചൂടുപിടിക്കുന്നു. അവിടെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ BJPയും കോൺഗ്രസും ജനതാദളും ഒക്കെ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന് മിൽമ പാലിന്റെ വിലവർധന ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. മിൽമ പാലിന്റെ വിലവർധന പച്ച മഞ്ഞ കവറുകൾക്കാണ് വില വർദ്ധിപ്പിച്ചത്. അതിലൊരു എടുത്തു കാണേണ്ട വിഷയം, സ്വാഭാവികമായും മിൽമയാണ് പാൽ വില വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ അത് സർക്കാരിനെ അറിയിക്കാറുണ്ട്. സർക്കാരിന്റെ അനുമതി കൂടി വാങ്ങിയ ശേഷമാണ് അതിലേക്ക് പൂർണ്ണതോതിൽ കടക്കുന്നത്. പക്ഷേ ഇന്നലെ അത്തരത്തിലൊരു അനുമതി വാങ്ങിയില്ല എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി അടക്കം പങ്കുവച്ചത്. സ്വാഭാവികമായി അതിൽ നിന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രഭാത കേരളത്തിൽ പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാണ്. അതിനു മുൻപ് നമുക്ക് ടോപ്പ് ഹെഡ്ലൈൻസ്. വിനോദ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ 2ാം ട്രയൽ റൺ ഇന്ന് ആരംഭിച്ചു. രാവിലെ 5:20 ട്രെയിൻ
തമ്പാനൂരിൽ നിന്ന് പുറപ്പെട്ടത്. കാസർഗോഡേക്ക് ട്രെയിൻ നീട്ടിയ ശേഷമുള്ള ആദ്യ ട്രയൽ റൺ കൂടിയായിരുന്നു. കണ്ണൂർ കഴിഞ്ഞ ദിവസം ട്രെയിൻ എത്തിച്ചേർന്ന് 12:15 കൂടിയാണ് ട്രെയിൻ എത്തിച്ചേർന്നത്. സ്വാഭാവികമായും 1 മണിക്കൂർ കൂടി വേണ്ടിവരും. രാജധാനി 1 മണിക്കൂർ കൊണ്ടാണ് ഓടിയെത്തുന്നത്. അതിൽ അതേ സമയമാണോ അതിൽ താഴെയാണോ വന്ദേ ഭാരത് കാസർഗോഡ് ഓടിയെത്തുക എന്നുള്ളത് നമുക്ക് ഇന്ന് കണ്ടറിയാം. സെക്കൻഡ് ട്രയൽ റൺ, അതായത് 25-നാണ് പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രയൽ റൺ ആണ്. ഇന്ന് ട്രയൽ റണ്ണോട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? കാസർഗോഡ് വരെ നീട്ടിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. തീർച്ചയായും രണ്ടാമത്തെ ട്രയൽ റണ്ണാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ തന്നെ ട്രയൽ റൺ കണ്ണൂർ വരെ നടന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കാസർഗോഡ് വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5:20-നാണ് തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത്. ജനശതാബ്ദിയെക്കാളും രാജധാനിയെക്കാളും വേഗത്തിൽ കഴിഞ്ഞ തവണ കണ്ണൂരെത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം കാസർഗോഡ് വരെ നീട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സമയക്രമം എങ്ങനെയായിരിക്കും? താരതമ്യേന മറ്റ് ട്രെയിനുകളെക്കാൾ വേഗത്തിൽ എത്താൻ തന്നെയാണ് സാധ്യത. സർവീസിനുള്ള പട്ടികയും കൂടി, അതിൻ്റെ ഒരു സമയക്രമത്തിൻ്റെ പട്ടികയും കൂടി ഇതിനകം ആയിട്ടുണ്ട്. രാവിലെ 5:10-നാണ് തമ്പാനൂരിൽ നിന്ന് പുറപ്പെടുക. അതിനുശേഷം കണ്ണൂർ വരെയുള്ള സമയക്രമമാണ് നേരത്തെ ആയിട്ടുള്ളത്. 12:30 കണ്ണൂരിലെത്തുകയും അവിടെ നിന്ന് 2:30 മണിയോടുകൂടി തിരികെ പുറപ്പെട്ട് 9:20 രാത്രി 9:20 തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യുന്ന കണക്കിനായിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾ തയ്യാറാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ മന്ത്രി ഇത് കാസർഗോഡ് വരെ ദീർഘിപ്പിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷെഡ്യൂളിലും ചെറിയ മാറ്റമുണ്ടാകും. ഇന്നത്തെ യാത്രയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പുറമെ ഈ ട്രെയിനിലെ മുഴുവൻ ജീവനക്കാരും ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി 25-ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷമാണ് യാത്രയ്ക്കായി ഈ ട്രെയിൻ ഉപയോഗിക്കുക. ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ചിട്ടുള്ള വലിയ വാദപ്രതിവാദങ്ങൾ, അതായത് വലിയ നിരക്ക് നൽകേണ്ടി വരും എന്ന നിലയിലടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ എക്കണോമിക് ക്ലാസ്സിൽ 1400 രൂപയാണ്, ഭക്ഷണമടക്കമാണ് ഈ നിരക്ക്. ബിസിനസ് ക്ലാസ്സിലാകട്ടെ 2400 രൂപ. കണ്ണൂർ വരെയുള്ളതാണ് ഈ ടിക്കറ്റിൻ്റെ നിരക്ക്. അങ്ങനെയുള്ള ഈ ഒരു വലിയ ചാർജ് ടിക്കറ്റിന് നൽകേണ്ടി വരും എന്ന തരത്തിലുള്ള വാദങ്ങളും അപ്രസക്തമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഭക്ഷണം ഉൾപ്പെടെ 1400 രൂപ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് കണ്ണൂർ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു തുക തന്നെയാണ്. ഇനി എത്ര ട്രെയിനുകൾ ഇനി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ വേഗം എങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും? കാരണം നമുക്കറിയാം, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്തുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരതിന് കൂടുതൽ വേഗമുണ്ടാകണം എന്ന് BJP പ്രവർത്തകരും അല്ലെങ്കിൽ അങ്ങനെ നേതാക്കളുമൊക്കെയും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി, അതിപ്പോൾ BJPയുടെ ആഗ്രഹം മാത്രമല്ല, സാധാരണ ജനത്തിനെ സംബന്ധിച്ച് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന ആഗ്രഹം കൂടിയുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയത് 110 കിലോമീറ്റർ വേഗത്തിലേക്ക് 1.5 വർഷത്തിനുള്ളിൽ എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. അതായത് പാളത്തിൻ്റെ നവീകരണം, സിഗ്നലിലെ ഇപ്പോഴുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് 110 കിലോമീറ്റർ വേഗത്തിലേക്ക് 1.5 വർഷത്തിനുള്ളിലെത്തും. 5 വർഷം കൊണ്ട് ഇത് 130 കിലോമീറ്റർ വേഗത എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കേരളിൻ്റെ തന്നെ ഏതാണ്ട് വേഗതയിലേക്ക് ഈ ട്രെയിൻ എത്തും എന്നതാണ്. പക്ഷേ അവിടെയും ഉള്ള പ്രശ്നം, സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നൊരു വിഷയം, ഇതൊരു ട്രെയിൻ മാത്രമാണ്. കേരളയിലാകുമ്പോൾ അതൊരു പദ്ധതിയാണ്. തുടരെയായി വേഗത്തിലുള്ള ട്രെയിനുകൾ ഓടുകയും ആളുകൾക്ക് കൂടുതൽ സഞ്ചരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ വന്ദേ ഭാരതിൻ്റെ കൂടുതൽ ട്രെയിനുകൾ കേന്ദ്രം അതിന് ബദലായി കൊണ്ടുവരുമോ? മാത്രവുമല്ല, മൂന്നാമതൊരു ട്രാക്കിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് റെയിൽവേ ആലോചിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള റെയിൽവേ ട്രാക്കുകൾക്ക് സമാന്തരമായി തന്നെയാണ് മൂന്നാമത്തെ ഒരു അതിവേഗ ട്രാക്ക് കൂടി റെയിൽവേ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരമാവധി റെയിൽവേയുടെ സ്ഥലത്തു കൂടിയായിരിക്കും ഈ ട്രാക്ക് പോകുക. വളരെ കുറച്ച് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിവേഗത്തിലുള്ള ഒരു ട്രാക്ക് നിർമ്മാണം. അങ്ങനെ സിൽവർ ലൈനും അല്ലെങ്കിൽ റെയിൽവേയുടെ മൂന്നാമത്തെ ലൈനും, ഈ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാകട്ടെ കേരളിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ സിൽവർ ലൈൻ ഇനി നടപ്പാക്കില്ല എന്നൊരു കാര്യം പറഞ്ഞില്ല. അവിടെയും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇനി അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനോട് അനുഭാവപൂർണ്ണമായി പരിഗണിക്കും. അതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന് റെയിൽവേ മന്ത്രി പറയുമ്പോൾ അത് സ്വാഭാവികമായും CPM-ന് വലിയ ആശ്വാസമാണ്. തങ്ങൾ ഉയർത്തിയ ഒരു വികസന കാഴ്ചപ്പാടിനോട് കേന്ദ്രം മുഖം ധരിക്കുന്നില്ല, അത് അനിവാര്യമായ ഒരു പദ്ധതിയാണെന്ന സൂചന കേന്ദ്ര റെയിൽവേ മന്ത്രി നൽകുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യവുമാണ്. രഞ്ജിനി. തീർച്ചയായും അതാണ് CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ആശ്വാസകരമായ. കാരണം ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി സിൽവർ ലൈനിന്റെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതായി എന്നുള്ളതായിരുന്നു. പക്ഷേ
കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രതികരണത്തോടെ അതിനെ കുറച്ചുകൂടി ഒന്ന് ജീവൻ വെക്കുകയാണ്. ഒരുപക്ഷേ ഇപ്പോൾ സമർപ്പിച്ച പദ്ധതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാർ തയ്യാറായാൽ സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമല്ല എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കാം. നമുക്കിനി വിനോദിലേക്ക് ഒന്നുകൂടി പോകണം. വിനോദ്, തിരുവനന്തപുരത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. വിനോദ്, ഒരുപാട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മിൽമ പാലിന്റെ വില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നു. അതിൽ വിനോദ എടുത്തു കാണേണ്ടത്, കഴിഞ്ഞ ദിവസം മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത് സർക്കാരിനെ അറിയിച്ചുകൊണ്ടല്ല, താൻ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് പാൽവില പ്രാബല്യത്തിൽ വരുന്ന ഒരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായും ഏത് രീതിയിലാണ് കാണേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം അടക്കം ഉണ്ടായേക്കുമോ? തീർച്ചയായും നേരത്തെയൊക്കെയും പാൽവില വർദ്ധിപ്പിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ കൂടി അനുമതിയോട് കൂടിയാണ്, അനുമതി വാങ്ങിയാണ് അത്തരത്തിലൊരു വർധനയിലേക്ക് പോകുന്നത്. ഏറ്റവും ഒടുവിൽ പാൽവില വർദ്ധിപ്പിപ്പോൾ 6 മാസം ആകുന്നില്ല, പാൽവില വർധന വന്ന് തൊട്ടടുത്ത് തന്നെ വീണ്ടും അവിടെ ഒരു ന്യായീകരണം പറയുന്നത് ചില ഇനങ്ങൾക്ക്, അതായത് 2 തരത്തിലുള്ള പാലുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വില വർധന എന്ന് പറയുമ്പോഴും അത് സർക്കാരുമായി അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും ഗുരുതരമായ കാര്യം. മിൽമയുടെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ആ ഒരു മിൽമ ബോർഡ് അവർ ഒരു തരത്തിലും സർക്കാരുമായോ മന്ത്രിയുമായോ ഇത് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു വില വർധന നടത്തിയതിൽ വലിയ വിമർശനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. മന്ത്രി ഇന്നലെ വളരെ പരസ്യമായി തന്നെ, അതായത് ഇന്നലെ മിൽമയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിനുശേഷം പുറത്തേക്ക് വന്ന മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഈ വില വർധനയെക്കുറിച്ച് ചോദിച്ചു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിനി പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞത് താൻ ഇത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല, മിൽമയ്ക്ക് വില വർദ്ധിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങളോട് മന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അങ്ങനെ അവർ വർദ്ധിപ്പിച്ചു, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ആ റിപ്പോർട്ട് നൽകി എന്ന കാര്യമാണ് മന്ത്രി പറയുന്നത്. തൽക്കാലം മന്ത്രിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. ഇങ്ങനെ മിൽമ പാലിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ വകുപ്പ് മന്ത്രി അത് അറിയാതെ പോയി എന്നത് മന്ത്രിയെ സംബന്ധിച്ച് ക്ഷീണമാണ്. മാത്രവുമല്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനർ ഈ സമയത്ത് മന്ത്രിയുടെ അടുത്തുണ്ടായിരുന്നു. ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ ശേഷം അദ്ദേഹത്തോട് ഏറ്റവും ഒടുവിൽ മന്ത്രി ചോദിച്ചത് കേട്ടില്ലേ എന്ന് നീരസത്തോടു കൂടി വളരെ പരസ്യമായി തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മന്ത്രിക്ക് ഇങ്ങനെ ഒരു വില വർധന ഉണ്ടായതിൽ തന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പച്ച മഞ്ഞ കവറുകൾക്കാണ് വില വർധന ഉണ്ടായിരിക്കുന്നത്. ഇത് 2 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് വിലക്കയറ്റമുണ്ട്. പല തരത്തിലുള്ള നികുതി വർധനകൾ സംസ്ഥാന ബജറ്റിലൂടെ വന്നതുണ്ട്, അതിന് പുറത്തു വന്ന വില വർധനകളുണ്ട്. ഇതെല്ലാം കൂട്ടി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ദൈനംദിന ദിവസത്തിൻ്റെയും ചിലവുകളുടെ വലിയ മാറ്റം സംഭവിക്കുന്നതിനിടയിലാണ് മിൽമ പാലിന് കൂടി വില വർദ്ധിച്ചത് എന്നത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് അതിന് ഒരു സാവകാശം പോലും കിട്ടിയില്ല എന്നതാണ് വസ്തുത. അതായത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനോ അത് കൺവിൻസ് ചെയ്യാനോ ഉള്ള ഒരു അവസരം പോലും സർക്കാരിന് ലഭിച്ചില്ല. മിൽമ ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായി പോവുകയും അത് വളരെ പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്തു. സർക്കാർ നോക്കുകുത്തിയായി മാറി എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. CPI-യിലും ഇത് സംബന്ധിച്ച് അതൃപ്തിയുണ്ട്. മന്ത്രി ഈ അതൃപ്തി മുതിർന്ന നേതാക്കളുമായി പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇടതുമുന്നണിയിലടക്കം ഈ വിഷയം ഉയർന്നു വരുമെന്ന് കരുതാം. രഞ്ജിത്ത്, രഞ്ജിനി. നമുക്കിനിയും ഈ പാൽവില വർധനയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകർ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഡിസംബറിൽ നമുക്കറിയാം 6 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അത് കർഷകർക്ക് വേണ്ടിയാണ് എന്ന് മിൽമ പറഞ്ഞെങ്കിൽ പോലും കർഷകർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ 2 രൂപ വർധനവ് വീണ്ടും ഉണ്ടാകുന്നു. അവിടെയും കർഷകന് വേണ്ടി നമുക്ക് പ്രസാദ് ഉടുമ്പിശ്ശേരിയിലേക്കൊന്ന് പോകണം. പ്രസാദ്, ഈ വില വർധനവ് അത് വളരെ പെട്ടെന്നായിരുന്നു. മിൽമ അത് കൃത്യമായി നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തും എതിർപ്പുണ്ട്. ക്ഷീര കർഷകർക്കാണ് അതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമായ വിധത്തിലാണ് വർധനമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രയോജനം ശരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ള ഒരു അവകാശവാദത്തിൽ കഴമ്പില്ലേ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, രഞ്ജിനി. ഇപ്പോൾ ഈ മിൽമയുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നമ്മൾ പാലക്കാട് നിന്നുള്ള ക്ഷീരകർഷിയായ പുണ്യകുമാരി അവർ തന്നെ പറഞ്ഞത്, മുൻപ് ഡിസംബറിൽ വില വർദ്ധിച്ചപ്പോഴും 6 രൂപ വർധനവ് ഉണ്ടായപ്പോഴും അതിന്റെ ഒരു വലിയ പ്രയോജനം ക്ഷീരകർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കുള്ള വില വർധനവ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പാലിന് മിൽമയ്ക്ക് വില വർദ്ധിക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായി തന്നെ കാലിത്തീറ്റയ്ക്കും വില വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇത് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയായി മാറുന്നു. ഇതിന്റെ ഒരു നേട്ടം, ഈ പാൽ വില വർധനവിന്റെ ഒരു നേട്ടം മറുവശത്ത് കാലിത്തീറ്റയ്ക്ക് ഉൾപ്പെടെ വില വർദ്ധിക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഒരു വിലവർദ്ധനവ് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ ആശ്വാസമുള്ളതല്ല. ഇത് മിൽമയ്ക്ക് നേട്ടമുണ്ടാക്കുന്നെങ്കിൽ പോലും ക്ഷീരകർഷകർക്ക് കാര്യമായി ഗുണം ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ക്ഷീരകർഷകർ പറയുന്നത്. ശരി, പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കർഷകരെ സംബന്ധിച്ച് ഇത്തരത്തിൽ വിലവർധന ലാഭകരമല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മിൽമയുടെ വിശദീകരണം ഉണ്ടായത് മഞ്ഞ പച്ച പാൽ കവറുകൾക്കാണ് വിലവർധനയുണ്ടായത്. പക്ഷേ അത് സാധാരണക്കാരെ ബാധിക്കില്ല എന്നുകൂടി മിൽമ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊന്ന് ഇതിലെ അതൃപ്തി. മന്ത്രി ജെ ചിഞ്ചുറാറിയനെ അതൃപ്തി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് വിനോദിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. കോൺഗ്രസിന്റെ പുനഃസംഘടന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇന്ന് നടക്കും നാളെ നടക്കുമെന്ന് KPCC അധ്യക്ഷൻ ദിനംപ്രതി പറയുന്നതല്ലാതെ ഒരു ഐക്യം ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പാർട്ടിക്കുള്ളിൽ ആയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട്. പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള യോഗമാണ്. 11 മണിക്ക് ഉപസമിതി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ഒരു ഫലമുണ്ടാകുമോ ഈ യോഗത്തിൽ? രഞ്ജിനി, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം തിരഞ്ഞെടുപ്പിന് മുന്നോടി, അതായത് 1 വർഷം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്. അതിന് മുന്നോടിയായി പാർട്ടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. പുനഃസംഘടന രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പലതവണ തട്ടി നീണ്ടുപോയതാണ്, തർക്കങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം. ആദ്യഘട്ടം എന്ന നിലയിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 140 മണ്ഡലങ്ങളിൽ നിന്ന് 280 ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതിൽ സമവായത്തിലൂടെ പേരുകൾ നിർദ്ദേശിച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ KPCC നേതൃത്വം ഇത് തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഏക സ്വരത്തിൽ ഒരു പേര് വന്നു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും 6 പേരുകൾ വരെ എത്തുന്നുണ്ട്. 4 ജില്ലകൾ മാത്രമാണ് ഇതുവരെ ഒരു പട്ടികയെങ്കിലും നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ മാത്രമാണ് പൂർണ്ണമായ പട്ടിക KPCC കൈമാറിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ജില്ലകളിൽ നിന്ന് പോലും പട്ടിക ആയിട്ടില്ല. പക്ഷേ കണ്ണൂരിൽ ഏതാണ്ട് ആയിട്ടുണ്ട്. അവസാനവട്ട മിനുക്കുപണികൾ, അതിലെ പേരുകൾ ചിലത് ഒഴിവാക്കിയും കൂട്ടിച്ചേർത്തുമുള്ള അവസാനവട്ട ചില വെട്ടിത്തിരുത്തലുകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ജില്ലകളിലാകട്ടെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. DCC പ്രസിഡന്റുമാർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിരുന്നത്. ഈ അതത് ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തി അടുത്ത ദിവസങ്ങളിലായി ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് കമ്മിറ്റികളുടെ രൂപീകരണം നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. ഇന്ന് ഉപസമിതി യോഗം ചേരുന്നുണ്ട്. 11 മണിക്കാണ് KPCCയിൽ ഉപസമിതി യോഗം ചേരുന്നത്. നാളെ രാഷ്ട്രീയകാര്യ സമിതിയും ചേരുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാന അജണ്ട തന്നെ ഈ പുനഃസംഘടനയാണ്. ഏതായിരുന്നാലും ഈ തർക്കങ്ങൾ അവസാനിപ്പിച്ച് താഴെത്തട്ടിലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ തന്നെ ഇങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും ആളുകൾ സഹകരിക്കുന്ന പോലുമില്ല. നേരത്തെ നൽകിയ പേരുകളുടെ പട്ടികയുണ്ട്, അതേ പട്ടിക എടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഗ്രൂപ്പ് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് വീതം വയ്പ് അതെല്ലാം അവസാനിച്ചു, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഒഴിവായി എന്ന് പറയുമ്പോഴും KC വേണുഗോപാലും VD സതീശനും K സുധാകരനും ഉൾപ്പെടെയുള്ളവർ അവരുടെ ഒരു അപ്രമാദിത്വം പാർട്ടിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പഴയ AI ഗ്രൂപ്പുകളുടെ പരാതി. അത് KSU തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെളിഞ്ഞു വരികയും ചെയ്തു. നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നേതാക്കൾ സമരപരിപാടികളിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും ആ ഒരു വലിയൊരു കടമ്പ, അതായത് പാർട്ടിയുടെ താഴെത്തട്ടിലെ പുനഃസംഘടന തന്നെ വലിയൊരു പ്രതിസന്ധിയായി കോൺഗ്രസിന് മുന്നിലുണ്ട്. ഏതായിരുന്നാലും നാളെ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് ഇന്നത്തെ ഉപസമിതി യോഗം. രഞ്ജിനി. തീർച്ചയായും ഉപസമിതി ചേരുന്നു, നാളെ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നു. പുനഃസംഘടനയുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇനി പോകുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടോടെ പിടിക്കുകയാണല്ലേ. നോക്കാം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20 റാലികളിൽ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ സംസ്ഥാന പര്യടനം നാളെ തുടങ്ങും. തീർച്ചയായും ജഗദീഷ് ഷെട്ടാറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ നേതാക്കൾ തമ്മിലുള്ള തർക്കവും തുടരുന്ന സാഹചര്യമാണ്. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്. പാർട്ടി ഭരിക്കുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കൈവിട്ടു പോകാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. ഏപ്രിൽ 25 ശേഷം പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തും. മോദി പങ്കെടുക്കുക 20ലധികം റാലികളിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കളും
പ്രചാരണത്തിനിറങ്ങും. മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയുടെ സംസ്ഥാന പര്യടനത്തിന് നാളെ തുടക്കമാകും. 3 o'clock I will come back to Bangalore, and day after tomorrow I will start my tour in the state. 101% we are going to get absolute majority and we are going to form the government. 5 വർഷം മുമ്പ് കൈവിട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ, മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവദി എന്നിവരുടെ കടന്നുവരവ് മുംബൈ കർണാടക മേഖലയിൽ സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. അതിനിടെ തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷാണെന്ന് ജഗദീഷ് ഷെട്ടർ ആരോപിച്ചു. Definitely what is happening in entire Karnataka, in all assembly constituency, it shows that Lingayat community people upset, and because of his attitude, everybody is upset. It is BL Santosh. It is affecting the entire system of the party. എന്നാൽ ആരോപണം BJP നേതൃത്വം തള്ളിക്കളഞ്ഞു. വോട്ടെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് കർണാടകം. പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടെ പ്രചാരണം ഉച്ചസ്ഥായിലെത്തും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം വിധാൻ സൗദിക്ക് മുന്നിൽ നിന്നും ER രാഗേഷ്, ന്യൂസ് 18. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അവിടെ നിന്നും ER രാഗേഷ് ആണ് ചേരുന്നത്. എന്തായാലും ഈ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ മത്സരിക്കുന്ന ഷിഗാവിയിലെ പ്രചാരണത്തിന്, ഔദ്യോഗിക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാവുകയാണെങ്കിൽ അല്ലേ? ഒപ്പം ഈ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ഷിഗാവിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വരുണ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് പത്രിക നൽകും. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം കർണാടകയിൽ ചൂടുപിടിക്കുകയാണ്. ER രാഗേഷ് അവിടെയുണ്ട്. രാഗേഷ്, ഏതായാലും BJPക്ക് ഇത്തവണ കാര്യങ്ങൾ അല്പം പുറകോട്ടാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ MLA-മാരടക്കം രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന പശ്ചാത്തലമുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഒരുപടി മുന്നിലുമാണ് പല കാര്യങ്ങളിലും. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൻ്റെ കാര്യത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? തിരിച്ചടികളിൽ നിന്ന് ഈ പറഞ്ഞ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രചരണ രംഗത്ത് BJP ദേശീയ നേതാക്കളെ അടക്കം ഇറക്കി വലിയ സജീവമാകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. രഞ്ജിനി, ഗുഡ് മോർണിംഗ്. പ്രചാരണ രംഗം ഏതായാലും ചൂടുപിടിക്കുകയാണ്. കാരണം ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം BJPയും കോൺഗ്രസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് 8 സീറ്റുകളിൽ കൂടി ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. BJP 2 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത്. ഏതായാലും ആദ്യഘട്ടത്തിൽ വലിയൊരു തിരിച്ചടി, പ്രത്യേകിച്ച് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും കൂറുമാറ്റവും ഒക്കെ BJPക്ക് വലിയ ക്ഷീണമായിരുന്നു. പക്ഷേ അത് മറികടക്കാനുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് BJP ഏതായാലും ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തുകയാണ്. അങ്ങനെ മോദിയെയും ഒപ്പം തന്നെ യെഡിയൂരപ്പയെയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നിലവിലെ സാഹചര്യമൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും ഭരണത്തിലെത്താമെന്നൊരു പ്രതീക്ഷ BJP ഏതായാലും കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ്. ഷിഗാവിയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ബസവരാജ് ബൊമ്മയെ മത്സരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ആണ് JP നഡ്ഡ ആ പ്രചാരണ പരിപാടികൾ റോഡ് ഷോയിലൊക്കെ തന്നെ ഇന്ന് JP നഡ്ഡ പങ്കെടുക്കും. കാരണം 2 ദിവസ സന്ദർശനമായി JP നഡ്ഡ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെത്തിയത്. ഒപ്പം തന്നെ നടൻ കിച്ച സുദീപും മുഖ്യമന്ത്രിക്കുമായി വോട്ട് തേടും എന്നാണ് BJP ക്യാമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ മണ്ഡലങ്ങളിൽ ഒക്കെ തന്നെ നേതാക്കൾ സജീവമാകുന്ന സാഹചര്യം ഏതായാലും ഇപ്പോഴുണ്ട്. ഒപ്പം തന്നെ വരുണ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കൂടിയായ സിദ്ധരാമയ്യ ഇന്ന് പത്രിക നൽകുകയാണ്. വരുണ മണ്ഡലം നിലവിൽ മകൻ യതീന്ദ്രയുടെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ ബദാമിയിൽ നിന്നാണ് സിദ്ധരാമയ്യ സഭയിലെത്തിയത്. വീണ്ടും ഓൾഡ് മൈസൂർ മേഖലയിലേക്ക് വരുണ മണ്ഡലത്തിലേക്ക് തന്റെ പഴയ സിറ്റിംഗ് സീറ്റിലേക്ക് യെഡിയൂരപ്പ എത്തുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തിയാണ് സിദ്ധരാമയ്യ. നിലവിൽ DK ശിവകുമാർ അടക്കം പല നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സിദ്ധരാമയ്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഏതായാലും സിദ്ധരാമയ്യയുടെ ഈ പരിപാടിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 8 സീറ്റുകളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. പക്ഷേ ഈ 8 സീറ്റുകളിലെ പ്രഖ്യാപനം വൈകുന്നത് ചില തർക്കങ്ങൾ നേതാക്കൾ തമ്മിൽ തുടരുന്ന സാഹചര്യത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് പുലികേശ് നഗർ മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. അത് സിദ്ധരാമയ്യയും ഒപ്പം തന്നെ DK ശിവകുമാറും ആ സീറ്റിൽ സ്വന്തം ആളുകൾക്കായി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പോകുന്നത്. ഇവിടെ സിറ്റിംഗ് MLA അഖണ്ഡ മൂർത്തിയാണ്. പക്ഷേ ഈ പട്ടിക വൈകുന്നതിൽ തന്റെ പേര് ആദ്യ 3 ഘട്ട പട്ടികയിലും ഇടം പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം MLA സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പ്രതിസന്ധി ഏതായാലും ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് നേരിടുകയും ചെയ്യുന്നുണ്ട്. BJP ആകട്ടെ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. അതൊന്ന് മുതിർന്ന നേതാവായ KS ഈശ്വര പ്രതികരിച്ച ഷിമോഗ മണ്ഡലത്തിലാണ്. അവിടെയും നേരത്തെ തന്നെ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു പ്രഖ്യാപനം ഈശ്വരപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഒരു പകരക്കാരനെ കണ്ടെത്താൻ
നടത്താൻ BJPക്ക് സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാ സീറ്റുകളിലും ഇതിനോടകം തന്നെ പ്രചാരണ പരിപാടികളുമായി ഏതായാലും നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ്, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനായി എത്തും. ഒപ്പം തന്നെ അമിത്ഷായും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും BJPയിലേക്ക് എത്തും. അങ്ങനെ പ്രചാരണകം ചൂടുപിടിക്കും. നിലവിലെ സാഹചര്യമൊക്കെ മറികടക്കും എന്നാണ് നേതാക്കൾ ഏതായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിനി. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണരംഗം ചൂടുപിടിക്കുകയാണ്. അവിടെ വലിയ പ്രചരണം BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തുണ്ടാകുന്നു. ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ കർണാടകയിലെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകും. എന്തായാലും നമുക്ക് ഇനിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മറ്റ് നിരവധി വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഇനിയൊരു ഇടവേള. കവടിയാറിൽ നിന്നും അങ്ങനെ പ്രഭാത കേരളം തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടെ കഴിഞ്ഞ ദിവസം എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് കഴിഞ്ഞ ദിവസം NIA ഏറ്റെടുത്തിരുന്നു. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘം വിപുലീകരിക്കും. കോഴിക്കോട് കേന്ദ്രീകരിച്ചവർ ക്യാമ്പ് അടക്കം തുടങ്ങാനുള്ള പ്രത്യേക ഓഫീസ് കോഴിക്കോട് ക്യാമ്പ് ഓഫീസ് തുറന്നേക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അല്ലേ? തീർച്ചയായും. ഡാനാണ് നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഡാൻ, എന്തായാലും NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. അന്വേഷണ സംഘം വിപുലപ്പെടുത്തുന്നു. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. എന്താണ് ഇതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്? ഈ തീവ്രവാദ ബന്ധമടക്കം സംശയിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ NIA കേസ് ഏറ്റെടുക്കുന്നു. എന്ത് പ്രതീക്ഷിക്കണം ഇന്ന്? രഞ്ജിനി, ഇന്ന് മറ്റ് നടപടികളൊന്നും NIAയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഇടയില്ല. അതായത് നാളെ വരെയാണ് പ്രതിയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ ഷാരൂഖ് സൈഫി. എന്തായാലും NIA പ്രാഥമികമായി ചെയ്യുന്ന കാര്യം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയായിരിക്കും. കൊച്ചി NIA കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് അവർ വീണ്ടും പോയേക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൊർണൂരിലും എലത്തൂരിലും ഒപ്പം തന്നെ കണ്ണൂരിലും എത്തിച്ച് ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ച് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന കണ്ണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ എത്തിച്ച് കൃത്യമായി ഇയാളുമായിട്ട് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും ഷഹീൻ ബാഗിലേക്ക് അടക്കം ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ കനത്ത സുരക്ഷയിൽ ഈ ഷാരൂഖ് സൈഫിയെ കൊണ്ടുപോവുക എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ സമാന്തരമായി ഇതിനോടൊപ്പം തന്നെ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തോടൊപ്പം തന്നെ സമാന്തരമായി ദേശീയ അന്വേഷണ ഏജൻസിയും മഹാരാഷ്ട്ര ATS നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടായിരിക്കും തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുക. അതായത് രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോഴും കൃത്യമായ ഉത്തരം പുറത്തു വരാത്തത്. അതായത് ഒന്ന്, ഈ കുറ്റകൃത്യത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച്, രണ്ട്, ഇതിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടും അത് ആരൊക്കെയാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അതോ ഇനി മറ്റാരെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ട് അത് പുറത്ത് പറയാതിരിക്കുന്നതാണോ എന്ന കാര്യത്തിലടക്കം അവ്യക്തതകളുമുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലെ ദുരൂഹത മറനീക്കുന്നതോടെ ഈ കുറ്റകൃത്യത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൃത്യമായ കോൺസ്പിറസി സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും. ആ വെല്ലുവിളി തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഷൊർണൂറും കോഴിക്കോടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. NIAയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം വരും ദിവസങ്ങളിൽ കോഴിക്കോട്ടേക്ക് എത്തും എന്നാണ് വിവരം. ഈ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു ഇത്രയും നാൾ ഇതുമായി ബന്ധപ്പെട്ട. പക്ഷേ പല കാര്യങ്ങളിലും ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഷാരൂഖ് സൈഫിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പോലീസ് പുറത്തു പറയുന്നുണ്ടെങ്കിൽ പോലും ഇനിയും മനസ്സിലാക്കേണ്ട ഒരു ഷാരൂഖ് സൈഫിയുണ്ട്. അതായത് ഇയാളുടെ മറ്റു ബന്ധങ്ങൾ, ഇയാൾക്ക് ലഭിച്ച സഹായങ്ങൾ, ഇയാളുടെ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു, വലിയ ഒരു അറ്റാക്കിനായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ പോലീസ് നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശദമായ അന്വേഷണത്തിലേക്ക് NIA കടന്നേക്കാം അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കാം സംഭവിക്കാൻ സാധ്യത. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ NIAക്ക് കേസ് കൈമാറിയത് കൊണ്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിന്റെ അന്വേഷണം അത് പൂർണ്ണമായി അല്ലെങ്കിൽ അവരത് അവസാനിപ്പിച്ചിട്ടില്ല. അവർ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 18-അംഗ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ, അത് ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഷഹീൻ ബാഗിലേക്ക് നേരത്തെ എത്തി ഇയാളുടെ ബന്ധുക്കളിൽ നിന്നടക്കം മാതാപിതാക്കളിൽ നിന്നടക്കം കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങിയത്. എന്തായാലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു അന്വേഷണം, അതായത് ആരാണ് ഷാരൂഖ് സൈഫി,
ഈ കേരളത്തിലെ എലത്തൂരിലേക്ക് മാത്രം ഇയാൾ ടാർഗറ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം, ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. കഴിഞ്ഞ ദിവസം ADGP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു അക്രമം നടത്താൻ പ്രേരകമായിട്ടുള്ള ഘടകം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചുരുളഴിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണം നിർണായകമായി മാറും എന്ന് തന്നെയാണ് സൂചന. ശരി, ഡാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും ആ ഒരു ദുരൂഹത അവിടെ നിലനിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തീവ്രവാദ ബന്ധമടക്കം സംശയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ UAP ചുമത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് NIA കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. കൊച്ചിയിലേക്ക് വരുമ്പോൾ സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, വെരി ഗുഡ് മോർണിംഗ്. ഈ എലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ NIA കേസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. NIAയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കുമോ? എന്താണ് നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് രജിത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പോകാനുള്ളത് എലത്തൂർ വാർത്തയിലേക്ക് തന്നെയാണ്. എലത്തൂർ തീവെപ്പ് കേസ് തന്നെയാണ് ഇനി കൊച്ചിയിൽ നിന്ന് കൂടുതലായി വരാനുള്ളത്. കാരണം NIA കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കൊച്ചി യൂണിറ്റിനാണ് ചുമതല. ഇവർ കോഴിക്കോട് ക്യാമ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ പോലും NIA കോടതി കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. ഷാറൂഖ് സെയ്ഫിയെ പ്രതിയാക്കിക്കൊണ്ടാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. NIA ഉദ്ദേശിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഉണ്ടോ ഈ കേസിൽ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം തന്നെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ കേസിനുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കേസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കും. ഇയാളുടെ ബന്ധങ്ങൾ, ഷാറൂഖ് സെയ്ഫിയുടെ ബന്ധങ്ങൾ, മുൻകാല ജീവിതം എല്ലാം തന്നെ അതെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തീവെപ്പ് കേസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി നോക്കിക്കാണുന്നത്. ഇനി FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി പ്രതിയെ കോടതിയിൽ എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യണം. ഇപ്പോൾ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് പ്രതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ, പ്രധാനപ്പെട്ടും ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അത് വീഡിയോ കോൺഫറൻസിലൂടെ ആകാം, അല്ലെങ്കിൽ നേരിട്ട് ഹാജരാക്കാം. ഈ ഒരു സാധ്യതയാണുള്ളത്. അതിനുള്ള അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരിക്കും കാര്യക്ഷമമായ രീതിയിലുള്ള മറ്റ് അന്വേഷണ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതായാലും NIA സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കേരള പോലീസ് ചുമത്തിയതോടുകൂടിയാണ് NIAക്ക് ഈ അന്വേഷണത്തിന് വഴിയൊരുങ്ങിയത്. പക്ഷേ കേരള പോലീസിനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. UAPA ചുമത്തുന്നത് വൈകി എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു വിവരശേഖരണവും മറ്റും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്കാണ് കടക്കുക. മിക്കവാറും ഇന്ന് തന്നെ അവർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ, അതായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കണം, അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അങ്ങനെയാണ്. സ്വാഭാവികമായും NIA ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ്. കോഴിക്കോട്ടേക്ക് ഒന്നുകൂടി പോകണം. അവിടെ ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. മുഹമ്മദ് ഷാഫി തിരിച്ച് എത്തിയെങ്കിൽ പോലും ഇയാൾ തട്ടിക്കൊണ്ടുപോയ സംഘങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു വിവരം പോലീസിനില്ല. ഈ എലത്തൂർ കേസിൽ എന്താണ് സംഭവിച്ചത്? അതിന് സമാനമായ ദുരൂഹതയാണ് ഇതിലും നിലനിൽക്കുന്നത്. കൃത്യമായി എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം. ഷാഫി പറയുന്ന കാര്യങ്ങൾ പോലും പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷാഫി ഓരോ നിമിഷം മാറ്റി പറയുന്ന സാഹചര്യം കൂടിയാണുള്ളത്. എന്താണ് ഡാൻ ഇതിന്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ ഷാഫിയെ തിരികെ കിട്ടിയെങ്കിൽ പോലും അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നില്ലല്ലോ, അല്ലെ? ഈ കൊട്ടായ സംഘങ്ങൾ പലതവണ പോലീസിനെ വെല്ലുവിളിച്ചതൊക്കെ നമ്മൾ കണ്ടു. അതനുസരിച്ചുള്ള നീക്കം, എന്തെങ്കിലും തരത്തിലൊരു ഈ കേസ് ആരാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ, അതോ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ച മട്ടാണോ? അങ്ങനെയല്ല രഞ്ജിത്ത്. അതായത് ഈ കാണാതെ പോയതിനായിരുന്നു, അല്ലെങ്കിൽ ഈ ഷാഫിയെ കാണാനില്ലായിരുന്നു എന്നതിന്റെ പേരിലായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഷാഫി തിരികെ എത്തിയതോടെ, അല്ലെങ്കിൽ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയവർ തിരികെ വിട്ടതോടെ അതുമായി ബന്ധപ്പെട്ട നടപടി അല്ലെങ്കിൽ
പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ന്യൂസ് 18 ഉൾപ്പെടെ പുറത്തു വന്ന ഇയാളുടെ ശബ്ദ സന്ദേശം അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായിരിക്കും ഇപ്പോൾ പോലീസ് നേതൃത്വം നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം തുകയുടെ ഒരു ഇടപാട് നടത്തി അതിൽ 20 കോടി രൂപ അധികം നഷ്ടപരിഹാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു തുക ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് കൊടുത്തിട്ടാണ് ഇയാളെ തിരികെ വിട്ടത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷാഫി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വെളിപ്പെടുത്തലുകളും അപ്പാടെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുമില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ സമഗ്രമായ രീതിയിൽ, അതായത് ഇതിന്റെ ഒരു കൃത്യമായ അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഷാഫി പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനോ അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകാനോ പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ വിശദമായ രീതിയിലുള്ള പരിശോധന അത് ഇന്നടക്കം വീണ്ടും നടക്കും. ഷാഫി ഒരുപക്ഷെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന മൊഴിയെടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിരിക്കും. അതിന് പിന്നാലെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘത്തിനും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. രഞ്ജിത്ത്, അതാണ് മുഹമ്മദ് ഷാഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാനുണ്ട്. കൊട്ടേഷൻ സംഘത്തെ അടക്കം പിടിക്കാനുണ്ട്. പോലീസ് എന്തായാലും വ്യാപകമായ അന്വേഷണത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കിനി കൊച്ചിയിലേക്ക് പോകണം. സുവി വിശ്വനാഥൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഇന്ന് സിറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ 78ാം പിറന്നാളാണ്. സുവി, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ? രഞ്ജിനി, സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ 78ാം ജന്മദിനമാണ് ഇന്ന് ഉള്ളത്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ കാണാൻ നിരവധി വിശ്വാസികൾ ഒപ്പം തന്നെ പ്രമുഖ നേതാക്കളെല്ലാം എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളാണ് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാക്കനാട് വിപുലമായ രീതിയിൽ തന്നെ ഈ പിറന്നാൾ ആഘോഷം കൊണ്ടാടും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും 78ാം പിറന്നാൾ ആഘോഷം, ഒപ്പം സുപ്രീം കോടതി, അതായത് വത്തിക്കാനിൽ നിന്ന് വന്ന ആ ഒരു വിധിയുടെ ഒരു പശ്ചാത്തലമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് കാക്കനാട് സെന്റ് മൗണ്ട് കാർമലിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഭവന സന്ദർശനം, അതായത് സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി BJP നേതാക്കൾ ഉൾപ്പെടെ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിവിധ മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആഘോഷങ്ങൾ വിപുലമായി തന്നെ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളും മറ്റും നടന്നിട്ടുണ്ട്. 78ാം ജന്മദിനമാണ് ആലഞ്ചേരി ആഘോഷിക്കുന്നത്. രഞ്ജിത്ത്, സുബി, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ഇന്നലത്തെ സുപ്രീം കോടതി വിധി കൂടി വന്നതോടുകൂടി സർക്കാരിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. സുപ്രീം കോടതി വിഷയം പരിഗണിക്കില്ല, വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരികയാണ്. കാരണം ഈ അരിക്കൊമ്പനെ മാറ്റാനുള്ള 2-3 സ്ഥലങ്ങൾ കൂടി സർക്കാർ ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിച്ചേക്കാമെന്ന് കരുതുന്നു. എന്താണ് ഈ വിഷയത്തിൽ കോടതിയിൽ നിന്ന് സംഭവിക്കുക? അരിക്കൊമ്പൻ വിഷയം ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഇത് പ്രധാനപ്പെട്ട, കാരണം കഴിഞ്ഞ ദിവസം ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ നിന്ന് ഒരു തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇത് പിന്തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഉത്തരവിനെതിരെ ഇന്ന് കെ ബാബു സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ചിന്നക്കനാലിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ അരിക്കൊമ്പനെ മാറ്റണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പറമ്പിക്കുളത്തിന് പകരം മറ്റൊരിടം സർക്കാർ നിർദ്ദേശിച്ചാൽ വിരോധമില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. ഏതായാലും ഇന്ന് ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള മൃഗസ്നേഹി സംഘടന നൽകിയതും കോടതി സ്വമേധയാ എടുത്ത കേസുമാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ഏതായാലും കോടതിയിൽ നിന്ന് ഇന്ന് എന്തുത്തരവാണ് ഉണ്ടാവുക എന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും നെന്മാറ MLA ഇന്ന് ഒരു സമരത്തിന് പുറപ്പെടുകയും ചെയ്യുകയാണ്. പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ മാറ്റരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഉള്ളത്. ഏതായാലും ഇന്ന് അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ശരി, സുബിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
അരിക്കൊമ്പൻ വിഷയം പറമ്പിക്കുളത്തേക്ക് മാറ്റിയതിനെതിരെ നെന്മാറ MLA കെ ബാബു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് ഉള്ള റിപ്പോർട്ട്. വിനോദിലേക്ക് കൂടി ഒന്ന് പോകണം. വിനോദ് ഈ സർക്കാർ വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലായ സാഹചര്യമുണ്ട് അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട്. സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ജനങ്ങളുടെ പ്രതിഷേധം വലിയൊരു ഘടകമാണ്. നെന്മാറ MLA ഹർജി അവിടെയുണ്ട്, കെ ബാബുവിന്റെ ഹർജി അവിടെയുണ്ട്. അങ്ങനെ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അങ്ങനെ സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നത് പ്രധാനമാണ്. രഞ്ജിനി, പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള തീരുമാനം അത് വലിയ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഏതാണ്ട് മരവിപ്പിച്ച നിലയിൽ തന്നെയാണ്. അവിടേക്ക് മാറ്റുന്ന കാര്യം പ്രായോഗികമല്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. വലിയ പ്രതിഷേധം പ്രാദേശികമായി ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കൂട്ടിലടയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ആനക്കൂട്ടലിലേക്ക് മാറ്റരുതെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി പോയെങ്കിലും സർക്കാരിന് അനുകൂലമായ ഒരു വിധി വന്നിട്ടില്ല. അവിടെ ഒരു ഹർജി കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് കൊല്ലം സ്വദേശിയായ BJP പ്രവർത്തകൻ നൽകിയിട്ടുള്ളൊരു ഹർജിയാണ്. അതായത് ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുണ്ട്. ഈ സമിതിയിലെ അംഗങ്ങൾക്ക് വൈദഗ്ധ്യമില്ല, അല്ലെങ്കിൽ അവർ ആ മേഖലയിൽ പ്രഗത്ഭരല്ല. മറ്റ് പല മേഖലയുമായി പ്രവർത്തിക്കുന്നവരെ ഈ ആനയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ വയ്ക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തു എന്നുള്ള ഒരു ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പക്ഷേ അതേസമയം പറമ്പിക്കുളത്തിന് പകരം മറ്റ് 3 സ്ഥലങ്ങൾ കൂടി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ അതൊന്ന് ഹൈക്കോടതി അറിയിക്കുകയും അവിടേക്ക് മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും മറ്റ് ജനകീയ പ്രതിഷേധങ്ങൾ ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് കാര്യമായ ജനകീയ പ്രതിഷേധം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ അരിക്കൊമ്പനെ അവിടേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഹർജിക്ക് വലിയ പ്രസക്തി ഉണ്ടാകില്ല. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും സർക്കാരിൻ്റെ വാദം തള്ളിക്കളഞ്ഞു എന്ന അവസ്ഥയിൽ നിന്ന് ഈ ഹർജി പരിഗണിക്കുകയും അതിൽ കൂടുതൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വഴിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും സർക്കാരിന് പ്രതീക്ഷ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പുതിയ സ്ഥലം അറിയിച്ച് അവിടേക്ക് അരിക്കൊമ്പനെ മാറ്റാനുള്ള നടപടിയിലേക്കായിരിക്കും സർക്കാർ പോവുക. ഇതിൽ രണ്ടാമത്തെ കാര്യത്തിനാണ് കൂടുതൽ സാധ്യത. വനം വകുപ്പ് ഇതിനകം തന്നെ മറ്റ് 3 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളുടെ പേര് ഹൈക്കോടതി അറിയിക്കുകയും അവിടേക്ക് മാറ്റാൻ നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. അങ്ങനെ മറ്റൊരു സ്ഥലം കണ്ടെത്തിയാൽ ബുദ്ധിമുട്ടില്ല, അവിടേക്ക് മാറ്റാം എന്നത് പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതുതായി കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് അരിക്കൊമ്പനെ മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. രഞ്ജിനി. ശരി വിനോദ, മറ്റൊരു വിഷയം ഈ നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ. കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം അടക്കം ചേർന്നിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷെ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിദഗ്ധർ പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ കാണേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്? രജനി, 20 ദിവസത്തിനുള്ളിലാണ് അന്തിമമായ റിപ്പോർട്ട് 8 അംഗ മെഡിക്കൽ സംഘം ക്രൈംബ്രാഞ്ചിന് നൽകേണ്ടത്. ഡോക്ടർ ശ്രീദേവിയുടെ ഫോറൻസിക് മേധാവിയാണ്. ഡോക്ടർ ശ്രീദേവിയുടെ നേതൃത്വത്തിലുള്ളതാണ് 8 അംഗ സംഘം. കഴിഞ്ഞ ദിവസം പത്തോളജിയിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നലത്തെ യോഗത്തിൽ, ആദ്യത്തെ ബോർഡ് യോഗമാണ്, യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു 8 അംഗ സംഘത്തിന് നേരത്തെ രൂപം നൽകിയത്. ഇത് ഇവരുടെ പ്രാഥമികമായ വിലയിരുത്തലാണ്. മയോകാർഡിയാക് ഇൻഫാക്ഷൻ എന്ന അവസ്ഥ, അതായത് ഹൃദയാഘാതം തന്നെയാണ്. അത് സമയമെടുത്ത് സംഭവിക്കുന്നത്. അതായത് നയനയുടെ മരണം ഇങ്ങനെ ഒരു മരണമാകാം, ഹൃദയാഘാതം കൊണ്ടുള്ള മരണമാകാം. അത് 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയുള്ള സമയം കൊണ്ട് സംഭവിച്ച മരണമാകാനുള്ളൊരു സാധ്യത, അത് പല സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അതിലൊന്നായി വിലയിരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ ഒരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് മെഡിക്കൽ ബോർഡ് പോയിട്ടില്ല. മുൻ മേധാവി ഡോക്ടർ ശശികലയുണ്ട്, ഫോറൻസിക് മേധാവി. ശശികല നേരത്തെ വ്യക്തമാക്കിയത് തൻ്റെ ആദ്യത്തെ നിഗമനം ഇതൊരു കൊലപാതകമാണ്. കാരണം ശ്വാസം മുട്ടിയുള്ള മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കഴുത്തിൽ ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് സ്വയം കുരുക്ക് മുറുക്കി, തുണി കൊണ്ട് മുറുക്കി സ്വയം മരിച്ചത്, ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റൊരാൾ കൊലപ്പെടുത്തിയതോ, അതിൽ കൊലപാതകം എന്നതാണ് തൻ്റെ നിഗമനം. അങ്ങനെ ഒരു കണ്ടെത്തലാണ്, സാധ്യതയാണ് താൻ കാണുന്നതെന്നാണ് ഡോക്ടർ ശശികല പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെ മെഡിക്കൽ ബോർഡിൻ്റെ യോഗത്തിൽ വന്നത് ഇത് ഒരു ഹൃദയാഘാതം എന്ന നിലയ്ക്കുള്ളൊരു പ്രാഥമിക നിഗമനമാണ്. പക്ഷേ അത് അന്തിമമായ നിഗമനമല്ല. കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള ശാസ്ത്രീയ ഫലങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷമേ 20 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകൂ. നേരത്തെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ തുടക്കത്തിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. നയനയുടെ വസ്ത്രങ്ങളടക്കം അവിടെ നിന്ന് ശേഖരിച്ചത് എവിടെയെന്ന് കണ്ടെത്താൻ
ഏറെ ദിവസങ്ങൾ വേണ്ടി വന്നു. പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ തന്നെ ഒരു വശത്ത് കൂട്ടിയിട്ടിരുന്ന നിലയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം, അവിടെ നിന്ന് ഫോറൻസിക് ലാബിലാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തൊണ്ടി മുതലായി കോടതിയിൽ പോയോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല. ഈ തരത്തിൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നത് വസ്തുതയാണ്. ഏതായിരുന്നാലും ഇപ്പോഴും നയന സൂര്യൻ്റെ മരണം അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ സ്വാഭാവികമായ മരണമാണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് മെഡിക്കൽ ബോർഡ് എത്തിയിട്ടില്ല. 20 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് നൽകും. രഞ്ജിനി. ശരി, വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചതിലും. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ ബോർഡ് യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നതിന് 20 ദിവസത്തിനുള്ളിൽ ആ ഒരു റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. നമ്മൾ ഇനി തലസ്ഥാനത്ത് നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. സംസ്ഥാനത്തെ ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അതിന് പിഴയിടാൻ 726 AI ക്യാമറകളാണ് സജ്ജമാകാൻ പോകുന്നത്. അത് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം, അല്ലേ? തീർച്ചയായും. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള യാത്രകൾക്കടക്കം 5 നിയമലംഘനങ്ങൾക്കാണ് തുടക്കത്തിൽ പിഴ ഈടാക്കുക. ജില്ലാ സംസ്ഥാനതല കൺട്രോൾ റൂമുകൾ തയ്യാറായി കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് AI ക്യാമറകൾ 675 AI ക്യാമറകളടക്കം 726 ക്യാമറകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്തായാലും അതിൻ്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം എല്ലാ ജില്ലയിലും ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റേറ്റ് കൺട്രോൾ റൂമിലാണ്. സാർ, അതെങ്ങനെയാണ് നമ്മൾ നാളെ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ക്യാമറകൾ ക്യാപ്ചർ ചെയ്യുന്ന വിഷ്വൽസ് അത് ഒരു ചെല്ലാനായി മാറുന്നത് അല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്? ഇത് ഒരു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കേരള മുഖ്യമന്ത്രി 20-ാം തീയതി ഇനാഗുറേഷൻ നടത്താൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ 726 ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത്. അതിൽ പ്രധാനമായും 675 ക്യാമറകൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, 2 പേരിൽ കൂടുതൽ മോട്ടോർ സൈക്കിൾ യാത്രികർ, ട്രിപ്പിൾ റൈഡിങ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക വാഹനം ഓടിക്കുമ്പോൾ, ഇവയാണ് പ്രധാനമായിട്ടും ഈ 675 ക്യാമറകൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു 18 റെഡ് ലൈറ്റ് ജമ്പിങ് ക്യാമറകളുണ്ട്. റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുന്ന ഒഫൻസുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 18 ക്യാമറകളുണ്ട്. 4 സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറകളുണ്ട്. വെഹിക്കിൾ മൗണ്ടഡ് 4 സ്പീഡ് ഡിറ്റക്ഷൻ ക്യാമറകളുണ്ട്. അങ്ങനെ ആകെ 726 ക്യാമറകളാണ് ഇത് പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത്. 20-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇൻഡസ്ട്രിയൽ മന്ത്രി തുടങ്ങിയവർ ചേർന്നിട്ട് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ദൃശ്യം? ഇപ്പം സ്വാഭാവികമായ ഒരു ഒഫൻസ്, അതായത് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു, മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നു, സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നു, അതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഇത് അത്യാധുനിക ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ ആളുകളെ കൈ കാണിച്ച് നിർത്തി സ്ക്രീനിൽ കാണുന്നത് പോലെ ദൃശ്യങ്ങൾ കാണാനാകും. തീർച്ചയായിട്ടും ഈ കാണുന്നത് അതിൻ്റെ ഒരു സാമ്പിളാണ്. ഇതിപ്പോൾ 2 പേര് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണ്. അതുപോലും വളരെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്ത് കേസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് വേറെ ഡിറ്റക്ട് ചെയ്ത് അത് സെപ്പറേറ്റായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഒഫൻസുകളെ നമുക്കിതിലൂടെ ഈ 18 ക്യാമറകളെ സ്പീഡ് ട്രാഫിക് വയലേഷന് 18 ക്യാമറകൾ അതെങ്ങനെയായിരിക്കും അപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും? 18 ജമ്പ് ചെയ്യുന്ന ക്യാമറകളുടെ ഒഫൻസുകളാണ് എടുക്കുന്നത്. അതിന് കോടതിയിലേക്കായിരിക്കും പോകുന്നത്. അത് നമുക്ക് ഫൈൻ ചെയ്യാൻ. അപ്പം ഈ 2 നമ്മുടെ സ്പീഡ് കണ്ടെത്താൻ 8 ക്യാമറകൾ, 4 വാഹനങ്ങളിലാണ്, 4 പെർമനന്റ്. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുമോ? അതെങ്ങനെയാണ് തുടർ പെർമനൻ്റായിട്ട് 4 സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെഹിക്കിൾ മൗണ്ടഡ് ക്യാമറകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജില്ലകളുടെ 4 ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വെഹിക്കിൾ മൗണ്ടഡ് ക്യാമറകളാണ്. അപ്പോൾ എൻ്റെ ജില്ലകളിൽ അത് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കേസുകൾ ഡിറ്റക്ട് ചെയ്യാം. 2-3 കാര്യങ്ങൾ. ഇപ്പോൾ പിറകിലിരിക്കുന്ന ആൾ ഈ ദൃശ്യങ്ങളിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഒരാൾ ഈ ദൃശ്യങ്ങളിൽ ഒരാൾ ക്യാമറ ഇതിൽ ഒരാൾ ഹെൽമെറ്റ് വെക്കുകയും ഒരാൾ ഹെൽമെറ്റ് വെക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒരാൾ ഈ ഓടിക്കുന്ന ആൾ ഫോൺ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ചെല്ലാൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നിലധികം ചെല്ലാനുകൾ ഉണ്ടാവും. അപ്പം 2 പേര് ഹെൽമെറ്റ് വെക്കില്ല, ഒരാൾ ഫോണിൽ സംസാരിക്കുന്നുവെങ്കിൽ 3 ചെല്ലാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിഴ ഈ രീതിയിൽ പിഴയേക്കാൾ ഉപരി ജനങ്ങളിൽ ഒരു നല്ല അവബോധം ഉണ്ടാക്കുക, ഒരു ട്രാഫിക് സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് കുട്ടികൾ, നമ്മളിപ്പോൾ 2 പേരാണല്ലോ പരമാവധി 2 വീലറിൽ ഉണ്ടാവുക, കുട്ടികൾ കൂടി ഉണ്ടാവുക. കാരണം നമ്മുടെ ഇവിടെ മലയാളികളുടെ ഒരു കൾച്ചർ എങ്ങനെയാണല്ലോ, സാധാരണക്കാർ കുട്ടികളെ കൂടി കൊണ്ടുപോകും. അത് ഒഫൻസിന്റെ വരുമോ? തീർച്ചയായിട്ടും വരും. 4 വയസ്സിൽ മേലുള്ള കുട്ടികൾ പോലും ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് നിയമം. അപ്പോൾ 3 പേരാവുകയാണ്. അപ്പം ഈ ഒരാൾ കൂടി 2 മുതിർന്നവരും കുട്ടിയും വരികയാണെങ്കിലോ? തീർച്ചയായിട്ടും അത് 3 പേര് യാത്ര ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആണ്. അതും ഒഫൻസായിട്ട് തന്നെ ആ രീതിയിലും യാത്ര ചെയ്യാൻ പാടില്ല. അതെ.
സപ്പോസ് ഇനി ഒരു പ്രശ്നം ഈ ക്യാമറകൾ AI ക്യാമറകളായതുകൊണ്ട് തന്നെ കറുത്ത സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കറുത്ത ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? സീറ്റ് ബെൽറ്റ് കിട്ടും. അതെങ്ങനെയാണ്? AI ക്യാമറ തന്നെ ഡിറ്റക്ട് ചെയ്യുമോ അത് അല്ലോ നിങ്ങൾക്ക് അല്ലാത്ത ഭാഗത്ത് കറുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് കിട്ടും. അങ്ങനെയാണ്. അപ്പം എന്തായാലും ഒരു വിധത്തിലുള്ള നിയമലംഘനങ്ങളും റോഡിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങൾ കുറച്ചുകൂടെ പ്രത്യേക താല്പര്യത്തോടുകൂടി തന്നെ ഇതിനെ പ്രതികരിക്കും, സുരക്ഷിതരായി തന്നെ യാത്ര ചെയ്യുമെന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പിഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിലെന്തെങ്കിലും ഇളവുകളോ പിഴയൊക്കെ താൽക്കാലികമായിട്ടേ വരുള്ളൂ. അത് കഴിയുന്നതോടുകൂടി തന്നെ ജനങ്ങൾ ബോധവാന്മാരാവും, അവരതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ ഒരു പിഴയുമായി ബന്ധപ്പെട്ട്? അല്ല, പിഴയല്ല, നമ്മുടെ എൻഫോഴ്സുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇതിന് തുടർന്നുള്ള ഉദ്ഘാടനത്തിനൊക്കെ ശേഷം തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ കൺട്രോൾ റൂമിൽ നമുക്ക് മറ്റെന്തെങ്കിലും വിഷ്വൽസ് നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാൻ കഴിയുമോ? അതായത് ഈ രീതിയിൽ ക്യാമറ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നായിരിക്കും, ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടുന്ന് ഇത് സ്റ്റേറ്റ് കൺട്രോൾ റൂമാണ്. ഇവിടുന്ന് 14 ജില്ലകളിലേക്കുള്ള ഡാറ്റകൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജില്ലാ ഹെഡ് ക്വാർട്ടറിലാണ് ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. അവിടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് ഇത് കേസുകൾ അനലൈസ് ചെയ്തിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്ത് പ്രോപ്പർ കേസുകളെ ചെല്ലാനായിട്ട് ഡെവലപ്പ് ചെയ്യണം. അത് ഇൻസ്പെക്ടറോട് വെരിഫൈ ചെയ്തതിന് ശേഷമാണ്. വളരെ നന്ദി. എന്തായാലും സ്റ്റേറ്റ് കൺട്രോൾ റൂമിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആർ ടിയുടെ ചുമതലയുള്ള അജിത് കുമാറാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നാളെ മുതൽ, അതായത് സ്വാഭാവികമായി നിയമലംഘനങ്ങൾക്ക് വലിയ രീതിയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് രീതിയിൽ പിഴ ഈടാക്കിയിരുന്നു. പക്ഷേ അത് കൂടാതെയാണ് 675 AI ക്യാമറകൾ, മറ്റ് ട്രാഫിക് വയലേഷനും സ്പീഡുമെല്ലാം കണ്ടെത്താനുള്ള ക്യാമറകളടക്കം 726 ക്യാമറകൾ പ്രവർത്തനക്ഷമമാകുന്നത്. അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും നാളെ മുതൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണ്ടി വരും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ നേരത്തെയുള്ള സംവിധാനങ്ങൾ പോലൊന്നുമല്ല, വളരെ പെട്ടെന്ന് പിടിവീഴും. നമുക്കിപ്പോൾ ഈ കവടിയാർ ജംഗ്ഷനിലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉണ്ട്. അത് നാളെ മുതൽ അതും പ്രവർത്തനക്ഷമമാവുകയാണ്. ആദ്യഘട്ടത്തിൽ 5 ഇനങ്ങൾക്കാണ്, ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് അടക്കമുള്ള 5 ഇനങ്ങൾക്ക്. ഓവർ സ്പീഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കുറച്ചുകൂടെ പരിഷ്കരിച്ച് അതടക്കം ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കവടിയാറിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ ഇവിടെ 7 മണിക്ക് പ്രഭാത കേരളം ആരംഭിക്കുമ്പോൾ വലിയ തിരക്കല്ലായിരുന്നു, നഗരം സജീവമായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തിരക്കായി, ട്രാഫിക് ബ്ലോക്കുകൾ അടക്കം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സജീവമായ ഒരു ദിനത്തിലേക്ക് നഗരം കടക്കുകയാണ്. തീർച്ചയായിട്ടും. ഏതായാലും പ്രഭാത കേരളത്തിൽ ഒരു ഇടവേള വേണം. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം. എന്തായാലും നമ്മളിനി പോകുന്നത് കോട്ടയത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. ഈ റബ്ബർ വില വർധനവും റബ്ബർ കർഷകരുടെ ആശങ്കകളും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ചൂടുപിടിച്ചു നിൽക്കുന്ന സമയമാണ്. സഭകളുടെ അടക്കം ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ചർച്ചകളൊക്കെയായി മാറുന്ന സമയമാണ്. ആ സമയത്താണ് റബ്ബർ ബോർഡിന്റെ 75ാം വാർഷികം, പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. പക്ഷേ അതിന് വളരെ പ്രാധാന്യം കിട്ടുന്നില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഈ മന്ത്രിമാരടക്കം ഈ റബ്ബർ ബോർഡിന്റെ 75ാം യോഗത്തിൽ, 75ാം വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നത് ഓൺലൈനായാണ്. മുഖ്യമന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും എല്ലാം പങ്കെടുത്തത് ഓൺലൈനിൽ മാത്രമാണ്. ബോർഡിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ താല്പര്യക്കുറവ് കൂടി പ്രകടമാക്കുന്ന പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന റബ്ബർ ബോർഡിന്റെ 75ാം ജൂബിലി ആഘോഷം. റബ്ബർ നിയമവും ബോർഡും രൂപീകരിച്ചതിന്റെ 75ാം വാർഷിക പരിപാടിക്കാണ് കോട്ടയത്ത് തുടക്കമായത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായ റബ്ബർ കേരളത്തിൽ തകർച്ച നേരിടുന്ന കാലഘട്ടത്തിലാണ് പ്ലാറ്റിനം ജൂബിലി നടക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കേന്ദ്ര ആസ്ഥാനമായ കോട്ടയത്ത് നടന്ന പരിപാടി പക്ഷേ പേരിലൊതുങ്ങി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഓൺലൈനായാണ് ഇത്രയും പ്രധാനപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കർഷകർക്ക് ആശ്വാസമായ പ്രഖ്യാപനങ്ങളൊന്നും മന്ത്രി നടത്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരും ഓൺലൈനായി മാത്രമാണ് പങ്കെടുത്തത്. റബ്ബർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. എംപിമാരായ തോമസ് ചാഴിക്കാടൻ, MK പ്രേമേന്ദ്രൻ, MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് വേദിയിൽ നേരിട്ടെത്തിയത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ റബ്ബർ ആയുധമാക്കി കടന്നു കയറാനുള്ള BJPയുടെ നീക്കങ്ങൾക്കിടെ റബ്ബർ ബോർഡിനോട് കേന്ദ്രത്തിന് താൽപര്യം കുറഞ്ഞത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പന് ഗജരാജരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. തൃക്കടവൂർ ശിവരാജുവാണ് ഗജരാജരത്നം പട്ടത്തിന് അർഹനായത്.
ബോർഡിന്റെ ഗജരാജ ആദരവിന്റെ ഭാഗമായാണ് ഗജരാജരത്നം പട്ടം നൽകി ആദരിച്ചത്. ഏതാണ്ട് 30 വർഷം മുൻപാണ് കോന്നി റേഞ്ചിൽ അട്ടത്തോട് ഭാഗത്ത് ഒരു 5 വയസ്സ് തോന്നിക്കുന്ന ആനക്കുട്ടി വാരിക്കുഴിയിൽ വീണു. അവിടെ നിന്ന് രക്ഷിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ആനയെ കോന്നി ആനക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. നല്ല പാഠങ്ങളും വിദ്യാഭ്യാസവും നല്ല അനുസരണയും അവിടെ നിന്നവൻ പഠിച്ചു. അങ്ങനെ ആ കുട്ടിക്കൊമ്പുള്ള നാട്ടാനയെ കൊല്ലത്തെ 8 കരക്കാർ ചേർന്ന് തൃക്കടവൂർ ശിവക്ഷേത്രത്തിൽ നടക്കിരുത്തി. ശിവപുത്രനായ അവന് ശിവനാമത്തോടെ രാജു എന്നുകൂടെ ചേർത്ത് ശിവരാജു എന്ന് പേരിട്ടു. അങ്ങനെ അവൻ തൃക്കടവൂർ ശിവരാജുവായി. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയരവും തലയെടുപ്പുമുള്ള കൊമ്പനാണ് ശിവരാജു. 312 സെന്റിമീറ്റർ നീളമുണ്ട് തൃക്കടവൂർ ശിവരാജുവിന്. തിടമ്പേറ്റിക്കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് കൊമ്പിൽ തുമ്പിക്കൈ ചുറ്റി മുഖവും കണ്ണും മൂടി ചെവിയാട്ടിയുള്ള നിൽപ്പിന്റെ സൗന്ദര്യമാണ് തൃക്കടവൂർ ശിവരാജുവിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ശിവരാജുവിന് പട്ടം നൽകി ആദരിച്ചു. ഞങ്ങൾ പരിപാലിക്കുന്ന ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ആന, ബുദ്ധിശക്തിയുള്ള ആന, സൗന്ദര്യമുള്ള ആന, അതുപോലെ തന്നെ കായിക ബലമുള്ള ആന, ആ തരത്തിലെല്ലാം സവിശേഷതകളുള്ള ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു എന്നത്. ആരാധകരുടെ കടവൂരാനും രാജുബായുമൊക്കെയാണ് തൃക്കടവൂർ ശിവരാജു. എണ്ണമറ്റ പട്ടങ്ങൾ നൽകി ഇവനെ അംഗീകരിക്കാൻ ഇവന് ചുറ്റിലും ആരാധക പ്രവാഹമാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട തൃക്കടവൂർ ശിവരാജു ഇനി ഗജരാജനാണ്. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. കുറഞ്ഞ സമയം കൊണ്ട് ചെറിയൊരു നെറ്റിപ്പട്ടം നിർമ്മിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ഒരു അധ്യാപികയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ആറ്റിങ്ങൽ അവനവഞ്ചേരി അനന്തമംഗലത്തിൽ ഗീതാകൃഷ്ണയാണ് 52-ാം വയസ്സിൽ ഈ നേട്ടം കൈവരിച്ചത്. നെറ്റിപ്പട്ടത്തിന്റെ എല്ലാ പ്രൗഢിയും ഒത്തിണങ്ങിയ കുഞ്ഞൻ നെറ്റിപ്പട്ടം. ഇത് നിർമ്മിക്കാനെടുത്ത സമയം 57 മിനിറ്റ്. ഗീതാകുമാരി എന്ന അധ്യാപികയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്തിച്ചത് ഈ നെറ്റിപ്പട്ടമാണ്. നെറ്റിപ്പട്ടത്തിൽ ഉപയോഗിക്കുന്ന കമ്പിളി നൂലും സ്വർണ്ണമുത്തുകളും മണിയുമെല്ലാം ഈ കുഞ്ഞൻ നെറ്റിപ്പട്ടത്തിലുമുണ്ട്. 17 സെന്റിമീറ്റർ പുറംനീളത്തിലും 13 സെന്റിമീറ്റർ ഉൾനീളത്തിലുമാണ് നിർമ്മാണം. ഏറ്റവും ചെറിയ ഒരു നെറ്റിപ്പട്ടം ഞാൻ ഉണ്ടാക്കി വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ അത് അവർ സ്വീകരിച്ചു. ഇന്നർ ലെങ്ത് 13 സെൻറ്റിമീറ്ററും ഔട്ടർ ലെങ്ത് 17 സെൻറ്റിമീറ്ററിൽ 57 സെക്കൻഡിലാണ് ഞാൻ ഈ നെറ്റിപ്പട്ടം ചെയ്തത്. അങ്ങനെ ഏറ്റവും ചെറിയ നെറ്റിപ്പട്ടത്തിനുള്ള അംഗീകാരമാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ലഭിച്ചത്. വർഷങ്ങളായി വീട്ടിൽ തന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും എംബ്രോയിഡറി ജോലികളുമെല്ലാം ഗീതാകുമാരി ചെയ്തു വരികയാണ്. തനിക്ക് വഴങ്ങുന്ന ജോലിയിലൂടെ എങ്ങനെ വ്യത്യസ്തയാകാമെന്ന ചിന്തയാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ എത്തിച്ചത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിക്കാൻ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഗീതാകുമാരി. ആറ്റിങ്ങൽ CSI ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കൂടിയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിൽ അഴകിന്റെ കുട നിവർത്തി നിൽക്കുന്ന നീലവാക മരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ജക്കരാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീലനിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. പച്ച വിരിച്ചു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർത്ത് നീലവാകപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മൂന്നാറിൽ. വർഷത്തിൽ 2 തവണ മാത്രം ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന മരങ്ങൾ മൂന്നാറിന്റെ പ്രത്യേകതകളിലൊന്നാണ്. ഇംഗ്ലീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടുകാരായ ഉദ്യോഗസ്ഥരാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്കരാന്തകൾ കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് ഇവ വ്യാപകമായി പൂത്തുനിൽക്കുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് മധ്യത്തിലൂടെയുള്ള പാതയോരത്ത് പൂത്തുനിൽക്കുന്ന ജക്കരാന്തകൾ കാഴ്ചക്കാരുടെ കണ്ണുകൾക്ക് അഴകാർന്ന കാഴ്ച സമ്മാനിക്കുന്നു.
പാതയോരങ്ങളും ഉദ്യാനങ്ങളും മോടി പിടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിലും ഇവ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് 18 മൂന്നാർ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇങ്ങനെ വേനൽ കടുക്കുകയാണ്. ആ സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകൾ തുറക്കരുതെന്ന ഉത്തരവ് ലംഘിച്ച് CBSE സ്കൂളുകൾ. കൊല്ലം ജില്ലയിലെ CBSE സ്കൂളുകളാണ് സർക്കാർ ഉത്തരവ് മറികടന്ന് വേനൽക്കാലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ചില സ്കൂളുകളിൽ ക്ലാസ് അവസാനിക്കുന്നത് പോലും നട്ടുച്ച നേരത്താണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിലാകമാനം കഠിനമായ ചൂടനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്ന സ്കൂൾ അധികാരികൾ, പ്രധാന അധ്യാപകർ എന്നിവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിലെ പ്രധാന വാചകമാണിത്. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. സംസ്ഥാനത്ത് വേനൽ ചൂട് റെക്കോർഡിലേക്ക് കുതിക്കുന്ന സമയത്ത് കൊല്ലം മന്നം മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ നഗ്നമായ ലംഘനം. ഓരോ ക്ലാസുകളും എന്നൊക്കെയാണ് തുടങ്ങുന്നതെന്ന് വ്യക്തമാക്കി സ്കൂൾ അധികൃതർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച നോട്ടീസുകളാണിത്. ഇന്നലെ ക്ലാസ് അവസാനിപ്പിച്ചതാകട്ടെ നട്ടുച്ച നേരത്തും. ക്ലാസുകൾ തുടങ്ങിയ വിവരം കുട്ടികളും സ്ഥിരീകരിക്കുന്നു. സ്കൂളുണ്ട് ഇവിടെ, ക്ലാസ് ഉണ്ടോ? ഉണ്ടോ? നമ്മളിവിടെ ഇന്ന് ക്ലാസ് ഉണ്ട്. ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു പ്ലസ് ടു ഉണ്ടല്ലോ. സ്കൂൾ അധികൃതരുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടിയിൽ രക്ഷിതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 3:30 വരെ റെഗുലർ ക്ലാസ്സാണ് കുട്ടികൾക്ക്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇത്രയും ചൂട് കൂടിയ ഈ സാഹചര്യത്തിൽ കുട്ടികളെ ഇങ്ങനെ ക്ലാസ്സുകളിൽ ഇരുത്തുന്നതിനോട് ഒരു പേരന്റ് എന്ന നിലയിൽ നമുക്ക് തീരെ യോജിപ്പില്ല. SN പബ്ലിക് സ്കൂൾ, നവദീപ് പബ്ലിക് സ്കൂൾ തുടങ്ങി നിരവധി CBSE സ്കൂളുകളാണ് സർക്കാർ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് അധ്യയനം ആരംഭിച്ചത്. സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. പ്രത്യേകിച്ചും നമ്മളിവിടെ പ്രഭാത കേരളം ആരംഭിക്കുന്ന 7 മണിക്കാണ്. ആ സമയത്ത് വന്നപ്പോൾ പോലും ഈ ഒരു ചൂട് നമുക്ക് താങ്ങാൻ കഴിയാതിനപ്പുറം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചൂട് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ CBSE സ്കൂളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. ഷാനോസ് ഡേവിഡ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കും. ഷാനോസ്, കൃത്യമായ ഉത്തരവുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റേത് എന്നാണ് മനസ്സിലാക്കുന്നത്, ഈ വേനൽക്കാലത്ത് സ്കൂളുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി കൊല്ലത്ത് പല സ്ഥലങ്ങളിലും CBSE സ്കൂളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? ഇത് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ലേ? രഞ്ജിത്ത്, 2017 വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാൻഡിംഗ് ഉത്തരവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോഴും ആ ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ ഭയങ്കരമായ ചൂട് കൂടുന്ന സമയമാണ്. ഈ സമയത്ത് വിദ്യാലയങ്ങൾ തുറക്കരുത്. അത് കൃത്യമായി പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, CBSE, ICSE തുടങ്ങി കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ സമയത്ത് അടച്ചിടണം. കാരണം ഈ അമിതമായ ചൂട്, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലം കുട്ടികൾക്ക് വലിയ തോതിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ പല തരത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക്, ഇത്തരമൊരു ഉത്തരവിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. എന്നാൽ ഈ ഉത്തരവ് നിലനിൽക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ CBSE സ്കൂളുകൾ കൊല്ലത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നത്. ഈ മാസം, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ പല സ്ഥലങ്ങളിലും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് SN പബ്ലിക് സ്കൂളിലൊക്കെ ക്ലാസ് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മെയ് മാസം ക്ലാസ് വീണ്ടും തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ ഇന്നലെ ക്ലാസ് നടന്നിട്ടുള്ളത് നമ്മൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ച സ്കൂളിൽ ഇന്നലെ ക്ലാസ് നടന്നിരുന്നു. അതോടൊപ്പം തന്നെ നവദീപ് സ്കൂളിലും ക്ലാസ് നടക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെയും വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അടിയന്തര നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രജിത്ത്,
ഷാനോസ്, എന്തായാലും സ്വാഭാവികമായും ഷാനോസ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഈ സ്കൂൾ അധികൃതരുമായൊക്കെ സംസാരിച്ച് കാണുമല്ലോ. എന്താണ് അവർ പറയുന്നത്? ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒന്നിനും വയ്യാത്ത അവസ്ഥയാണ്. സ്വാഭാവികമായും 10+2 ക്ലാസ്സുകൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അതിന് വിട്ടില്ലെങ്കിൽ അവരുടെ അധ്യയന വർഷത്തെ അത് ബാധിക്കും. വിട്ടാലോ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇതുമായി ഈ ചൂടുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഈ സ്ഥാപനങ്ങളൊക്കെ എന്താണ് പറയുന്നത്? നമ്മൾ സാധാരണ കാണുന്ന പോലെ ഈ സർക്കാർ സ്കൂളുകളിൽ മാതാപിതാക്കൾ ഇടപെടുന്നത് പോലെ ഇടപെടാൻ കഴിയുന്നൊരു സാഹചര്യം CBSE സ്കൂളുകളിലില്ല. കാരണം ഇവിടുത്തെ ശിക്ഷാ നടപടികളെ കുറിച്ചുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ പരാതി ഉയർത്തി മുൻപോട്ട് വരാൻ രക്ഷിതാക്കൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതായത് കുട്ടികൾ പലരും SS സ്കൂളിൽ കുട്ടികൾ പരാതി പറഞ്ഞു, നവദ്വീപിലെ കുട്ടികൾ പരാതി പറയുന്നു, അതുപോലെ തന്നെ മന്നം മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾ പരാതി പറയുന്നു. പക്ഷേ കുട്ടികളുടെ പരാതി ഗൗരവത്തിലെടുക്കാൻ വേണ്ടി അധ്യാപകർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ ഈ ക്ലാസ് തുടരാൻ തന്നെയാണ് ഇപ്പോഴും അവരുടെ തീരുമാനം. കാരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊരു കർശന ഒരു നടപടിയിലേക്ക് കടക്കാത്ത പക്ഷം ഈ ക്ലാസുകൾ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സർക്കാർ ഉത്തരവുണ്ട് എന്നുള്ള കാര്യം ഈ CBSE സ്കൂളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കാരണം പല സമയത്ത് ഇതുപോലെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്തൊക്കെയും വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് ഇടപെടൽ ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും SN സ്കൂളിലടക്കം ജില്ലാ ഭരണകൂടത്തിന് ഇടപെടൽ ഉണ്ടായി എന്ന വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. കാരണം SN സ്കൂളിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് നടന്നിരുന്നുവെങ്കിലും അത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഇന്നലെയൊന്നും ക്ലാസ് നടന്നിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ നവദ്വീപ് സ്കൂളിലും അതുപോലെ തന്നെ മന്നം മെമ്മോറിയൽ സ്കൂളിലും ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട്. ഇന്നും ക്ലാസ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ചൂടുള്ള സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളൊരു സമയത്ത്, അത് ദിനേന ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ക്ലാസ് നടത്തുക എന്ന് പറയുന്നത് ശരിക്കും വിദ്യാർത്ഥി വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ സംഗതിയാണ്. പക്ഷെ അതൊട്ടും ഉൾക്കൊള്ളാതെയാണ് പരമ്പരാഗതമായ അവരുടെ ശൈലി ഈ മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസ്സുകൾ നടത്തുകയേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധിയോടെയാണ് CBSE സ്കൂളുകളിൽ ഇങ്ങനെ ക്ലാസ്സുകൾ നടത്തുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ഈ മാസം 3-ാം തീയതി മുതൽ തന്നെ മിക്ക സ്കൂളുകളും ക്ലാസ് ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ചിലടത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഈ മെയ് മാസത്തിൽ വീണ്ടും ക്ലാസുകൾ ആരംഭിക്കാൻ തന്നെയാണ് ഈ സ്കൂളുകളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ചില സ്കൂളുകളിൽ ഇപ്പോഴും ക്ലാസുകൾ തുടരും. നമ്മൾ ചില മന്നം മെമ്മോറിയൽ സ്കൂളിലെ നോട്ടീസ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിലൊക്കെ ഓരോ ക്ലാസുകൾ എന്നൊക്കെ തുടങ്ങും എന്ന് സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, മധ്യവേനൽ അവധിക്കാലത്ത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന ഉത്തരവുകളെ മറികടന്നുകൊണ്ട് അധ്യയനം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ശരി, ഷാനോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. എന്തായാലും സർക്കാർ ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കൊല്ലത്തെ സ്കൂളുകൾ ഇത്തരത്തിൽ നട്ടുച്ച നേരത്തൊക്കെ ഇത്തരത്തിൽ ക്ലാസ് വെച്ച് ഈ സ്കൂളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. ഓട്ടോമാറ്റിക് സ്റ്റേഷൻ ഡേറ്റ പ്രകാരം ഇന്നലെ 6 ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ 40-ന് മുകളിൽ താപനില എത്തി. ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം ഇന്നലെയും ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാടായിരുന്നു. ഇന്നലെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം പാലക്കാട് 40.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടായ 40.1 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ ഇത് 3-ാം തവണയാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത്. ഇന്നും കനത്ത താപനില തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം പത്രവാർത്തകളുമായി MG രേണുക ചേരും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കണ്ടെത്തിയെന്ന വിശദീകരണമാണ് പുറത്തു വന്നത്. ഏതായാലും അത് ഫോറൻസിക് ലാബിലാണോ പോലീസ് സ്റ്റേഷനിലാണോ അല്ലെങ്കിൽ കോടതിയിൽ തൊണ്ടു മുതലായി സമർപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആദ്യത്തെ അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിന് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ളിൽ ഉള്ള തരത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ കുടുംബവും സുഹൃത്തുക്കളും ആരോപണവുമായി രംഗത്ത് വന്നതും പിന്നീട് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതും
ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇതിന്റെ ഒരു നിഗമനത്തിലേക്ക് പോകുമ്പോൾ അവിടെയും വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. ആദ്യത്തെ ഫോറൻസിക് മേധാവിയുണ്ട് ഡോക്ടർ ശശികല. ഡോക്ടർ ശശികല ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചു. ശശികലയുടെ നിഗമനം ഇത് കൊലപാതകം എന്നതാണ് ആദ്യ സാധ്യതയായി ശശികല പറഞ്ഞത്. ആത്മഹത്യ എന്നത് രണ്ടാമത്തെ ഒരു സാഹചര്യമാണ്. കൊലപാതകം എന്നത് ശശികല ഉറപ്പിച്ചു പറയും. അല്ലെങ്കിൽ ശ്വാസം മുട്ടിയുള്ള മരണമാണെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ശശികല ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അന്ന് അവർ പറഞ്ഞത് ആദ്യത്തെ സാധ്യത കൊലപാതകം എന്നത് തന്നെ എന്ന നിലയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ 8 മെഡിക്കൽ ബോർഡിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു നിഗമനം വരുന്നത് ഇത് കാർഡിയാക് ഇൻഫാക്ഷൻ എന്ന ഹൃദയാഘാതം എന്നതിന്റെ ഒരു വകഭേദം അറ്റാക്ക് തന്നെയാണ്. അത് സമയമെടുത്തുള്ള മരണമാണ്. 2 മുതൽ 6 മണിക്കൂർ വരെ സമയമെടുത്ത് രോഗി അല്ലെങ്കിൽ ഈ ഒരു ആൾ മരണപ്പെടുന്ന അവസ്ഥ, ആ നിലയിലാണ് ഈ മരണം സംഭവിച്ചത് എന്ന ഇതൊരു പ്രാഥമികമായ നിഗമനമാണ്. ആദ്യത്തെ ഒരു യോഗമാണ് മെഡിക്കൽ ബോർഡ് 8 അംഗ സംഘം ഇതുവരെയുള്ള ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വെച്ച് അവർ പ്രാഥമികമായി ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ഇനിയും വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. 20 ദിവസത്തിന് ശേഷമായിരിക്കും അന്തിമമായ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് നൽകുക. ആ റിപ്പോർട്ടായിരിക്കും ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി മാറാൻ പോകുന്നത്. യുവ സംവിധായക നയനയുടെ മരണം സംബന്ധിച്ച ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ വിവരശേഖരണമാണ് വിനോദ് പങ്കുവച്ചത്. നയന സൂര്യന്റെ മരണത്തിൽ വഴിത്തിരിവ്. മരണകാരണം പരിക്കുകളല്ലെന്നും ഹൃദയാഘാതമാണെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പാത്തോളജി വിദഗ്ധരും ഈ നിഗമനത്തിലാണ്. 2 മുതൽ 6 മണിക്കൂർ വരെ സമയം എടുത്ത് മരണം സംഭവിച്ചതാകാം എന്നും നിഗമനം. മയോകാർഡിയൽ ഇൻഫെക്ഷനിൽ അങ്ങനെ സംഭവിക്കാമെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. കൊലപാതകമാണ് എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. നയനയുടെ മുറിയിൽ ആരും കടന്നിട്ടില്ല എന്നാണ് നിഗമനം. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മരണം. പ്രത്യേകിച്ച് സ്വയം മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക, അത്തരം ചില ശീലങ്ങളുണ്ട് എന്ന നിഗമനം. അതേസമയം അങ്ങനെയൊരു മരണമല്ല, മറിച്ച് പുറത്തുനിന്ന് ആരോ ഇടപെട്ടിട്ടുണ്ട് എന്ന കുടുംബത്തിൻ്റെ ആരോപണം. ഇപ്പോൾ എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന നിഗമനം? അഭിലാഷ്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് മേധാവിയുടെ നേതൃത്വത്തിലുള്ള 8 അംഗ മെഡിക്കൽ ബോർഡിന് രൂപീകരിച്ചത്. ഈ മെഡിക്കൽ ബോർഡാണ് ഇന്ന് ഇതുവരെയുള്ള ശാസ്ത്രീയ ഫലങ്ങൾ എല്ലാം പരിശോധിച്ചത്. ഇതിൽ എത്തിച്ചേർന്നത് നിഗമനം ഇങ്ങനെയാണ്: ശരീരത്തിൽ കണ്ട മുറിവുകളല്ല മരണകാരണം, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന അവസ്ഥ, അതായത് ഹൃദയാഘാതം തന്നെയാണ് സമയമെടുത്ത് സംഭവിക്കുന്നതാണ്. 2 മുതൽ 6 വരെ മണിക്കൂർ സമയമെടുത്ത് ഉണ്ടായ മരണമാണെന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്. പത്തോളജി വിദഗ്ധരും ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവരും ആ വിലയിരുത്തലിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ശരീരത്തിൽ കണ്ട മുറിവുകൾ അത് എങ്ങനെ എന്നത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് നയന തന്നെ ഒരുപക്ഷെ ഈ മരണസമയത്ത് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ അങ്ങനെ മുറിവുണ്ടായതാകാം എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും ഈ കഴുത്തിൽ ആഴത്തിൽ ശ്വാസം മുറുകി എന്ന് പോസ്റ്റ് പ്രഭാത കേരളം കവടിയാറിൽ നിന്നും വീണ്ടും തുടരുകയാണ്. ഇനി ഈ പ്രഭാതകേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ്. എല്ലാ ദിവസവും പത്രവിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. ഇന്ന് NG രേണുകയാണ് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി രേണുക, എന്തൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഗുഡ് മോർണിംഗ് രഞ്ജിനി, രഞ്ജിത്ത്. ഇന്നലെ നമ്മൾ പ്രധാനമായും നൽകിയ വാർത്തകളൊക്കെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഒന്ന്, ബിൽക്കീസ് ബാനു കേസുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി പരാമർശം, അത് വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. കേരളവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഇന്നലെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുത്ത വാർത്ത, അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രധാന വാർത്തയായി തന്നെ എല്ലാ പത്രങ്ങളും ക്യാരി ചെയ്തിട്ടുണ്ട്. ഒപ്പം വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് അത് കാസർഗോഡ് വരെ നീട്ടണമെന്നത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. കാസർഗോഡ് വരെ വണ്ടി നീട്ടുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ റെയിൽവേ മന്ത്രി നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മലയാള പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ന്യൂസ് 18 പേപ്പർ 18ലേക്ക് സ്വാഗതം. പത്രം 18ലേക്ക് വിശദമായി കടന്നാൽ ആദ്യം
മലയാള മനോരമ പത്രം അത് ഫ്രണ്ട് പേജിൽ തന്നെ ബിൽക്കീസ് ബാനു കേസിൽ സുപ്രീം കോടതി രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുകയാണ്. രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. വൈമുഖ്യം അറിയിച്ച് കേന്ദ്ര ഗുജറാത്ത് സർക്കാരുകൾ എന്ന കാര്യം കോടതിയിൽ ഗുജറാത്ത് സർക്കാരുകൾ എടുത്ത സമീപനം എന്താണ് എന്നത് വിശദീകരിക്കുന്നു. കേസിന്റെ വ്യാപ്തി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് ജസ്റ്റിസ് KM ജോസഫ് അഭിപ്രായപ്പെട്ടതും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ പത്രം നൽകിയിരിക്കുകയാണ്. ഇന്ന് ബിൽക്കീസ്, നാളെ ഞാനോ നിങ്ങളോ എന്ന ജസ്റ്റിസ് KM ജോസഫിന്റെ പരാമർശം അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. ഒരു ഗർഭിണിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ഒട്ടേറെ പേരെ കൊലപ്പെടുത്തുകയും ചെയ്തതിനെ വെറും കൊലക്കുറ്റമായി കാണരുത് എന്നതാണ് ജസ്റ്റിസ് KM ജോസഫ് ഇന്നലെ കോടതിയിൽ പരാമർശിച്ചിരുന്ന കാര്യം. ആപ്പിളിനെ ഓറഞ്ചുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്നതുപോലെ തന്നെ കൂട്ടക്കൊലയെ കൊലപാതകമായി മാത്രം കാണാനാകില്ല എന്നതാണ് ജസ്റ്റിസ് KM ജോസഫ് ചൂണ്ടിക്കാട്ടിയത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാള മനോരമ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തയാണ്. വന്ദേ ഭാരത് കാസർഗോഡ് വരെ എന്നുള്ളത് വളരെ വലിയ ഹെഡ്ലൈനായി തന്നെ നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ 8 കോച്ച്, വേഗം കൂട്ടാൻ 3 ഘട്ട പദ്ധതി, പരമാവധി വേഗം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി 3 ഘട്ട പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന കാര്യം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും ഒരേ സമയം സർവീസിനും നീക്കമുണ്ട് എന്ന കാര്യമാണ് റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് 2ാം ട്രയൽ റൺ വന്ദേ ഭാരതിൻ്റെത് നടക്കുമെന്ന് പറയുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ 2ാം ട്രയൽ റൺ രാവിലെ 5:10 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ സർവീസ് നടത്തും എന്നാണ് സൂചന എന്നതോടുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു മനോരമ. സിൽവർ ലൈനിലെ നിലവിലെ രീതിയിൽ പറ്റില്ല എന്ന അശ്വിനി കുമാറിന്റെ പ്രസ്താവന, അത് ഒരു ചെറിയ ഹെഡ്ലൈൻ നൽകിക്കൊണ്ട് അതും ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ട്രെയിൻ തീവയ്പ് കേസ് NIAക്ക് എന്ന വാർത്തയാണ്. അതും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. പ്രതി ഷാറുഖ് സൈഫിക്ക് ചാവേർ പരിശീലനം ലഭിച്ചതായി NIA എന്നത് കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. എന്തായാലും എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് NIA ഏറ്റെടുത്തത് ഇന്ന് പ്രധാന വാർത്തയായി തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളൊരു വാർത്തയാണ്. മറ്റൊന്ന് മിൽമ പാൽ വിലവർധന. ഇന്നലെ ആരെയും അറിയിക്കാതെയൊക്കെ ആണ് ഇന്നു മുതലുള്ള വിലവർധന മിൽമ നടപ്പാക്കാൻ ശ്രമിച്ചത്. മന്ത്രി പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. മന്ത്രിക്ക് ആ വിഷയത്തിലുള്ള അതൃപ്തി മാധ്യമങ്ങളോട് മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിൽ മരുന്ന് വില, കെട്ടിട നികുതി വില, ഇന്ധന സെസ്, മിൽമ, അതിനൊപ്പം മിൽമയും വില കൂട്ടിയിരിക്കുന്നു എന്ന ഒരു കാരിക്കേച്ചർ ഉൾപ്പെടെയാണ് ആ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. പച്ച മഞ്ഞ പാക്കറ്റിന് 1 രൂപ വീതം വർധന, നീല പാക്കറ്റുകൾക്ക് മാറ്റമില്ല, സർക്കാരിനെ അറിയിച്ചില്ലെന്ന് മന്ത്രി എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ജനം അനുഭവിക്കുന്ന മിൽമ വില കൂടി പാൽ വില കൂടി കൂട്ടുമ്പോൾ ജനം അനുഭവിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മനോരമ മിൽമ പാൽ വിലവർധനയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് പ്രാദേശിക പേജിൽ ഇന്നലെ കിഴക്കേക്കോട്ടയിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ചുള്ള വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, കിഴക്കേക്കോട്ടയിൽ വൻ തീപിടുത്തം, 5 കടകൾ കത്തിനശിച്ചു, 20 ലക്ഷത്തിന്റെ നഷ്ടം എന്നതാണ് പറയുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കടയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഒരു ചിത്രം, ഒപ്പം തീ അണയ്ക്കാൻ അഗ്നിശമന സേന നടത്തുന്ന പരിശ്രമം, അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2 ചിത്രങ്ങളോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ധർമ്മടം സ്റ്റേഷനിലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങേയറ്റം അപലപനീയമായ കാര്യം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എഡിറ്റോറിയൽ. കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും മാത്രമല്ല, പൗരസമൂഹത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഖേദകരമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ. ആ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മറ്റൊരു മാതൃഭൂമിയും അത് തന്നെയാണ് എഡിറ്റോറിയലായി എടുത്തിരിക്കുന്നത്. ജാതി സെൻസസിൽ പ്രതിപക്ഷ ഐക്യം എന്ന വാർത്ത, അത് അദാനി വിഷയം, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയം, അതിനോടൊപ്പം തന്നെ ജാതി സെൻസസ് എന്ന വിഷയത്തിലും പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നു എന്ന റിപ്പോർട്ടാണ് മിഥുൻ M. കുര്യാക്കോസിന്റേതായി ഉള്ളത്. OBC വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന നിലപാടിൽ പ്രതിപക്ഷ കക്ഷികൾ എത്തിച്ചേർന്നു എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. എന്തായാലും അതിൽ ഓരോ പാർട്ടികളുടെയും, കോൺഗ്രസിന്റെയും JDUവിന്റെയും DMK, ശിവസേന ഉൾപ്പെടെ ഈ പ്രതിപക്ഷ പ്രമുഖ പാർട്ടികളുടെ നിലപാട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ റിപ്പോർട്ടുള്ളത്. മറ്റൊന്ന് സ്പോർട്സ് പേജിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ നിരാശയുടെ നിഴൽ എന്ന ഒരു റിപ്പോർട്ട് മനോരമ നൽകിയിരിക്കുകയാണ്.
അത് ISL ഫുട്ബോളിന്റെ നിരാശയുടെ തനി ആവർത്തനം. സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ പൂർത്തിയാക്കുമ്പോൾ ആരാധകരുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ബാക്കിയാകുന്നു എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഹരിപ്രസാദിന്റെ റിപ്പോർട്ടാണ്. പരീക്ഷണം പാളി. സൂപ്പർ കപ്പിൽ യുവതാരങ്ങളുമായി ഇറങ്ങാനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പദ്ധതി. എന്നാൽ ടൂർണമെന്റ് ജേതാക്കൾക്ക് AFC കപ്പ് യോഗ്യത ലഭിക്കുമെന്നതിനാൽ തീരുമാനം മാറ്റി. ISL കളിച്ച് ക്ഷീണിച്ച് നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളെ അടക്കം തിരിച്ചു വിളിച്ച പരീക്ഷണം പക്ഷേ കളത്തിൽ അത്ര വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. സസ്പെൻഷനിലായ കോച്ച് ഇവാൻ വുക്കാമനോവിച്ചിന്റെയും അവധിയെടുത്ത അഡ്രിയൻ ലൂണയുടെയും അഭാവം പ്രകടനത്തിൽ പദ്ധതികളിലുമൊക്കെ പാളിച്ചയുണ്ടാക്കിയെന്ന് പറയുന്നു. ആ വിഷയത്തിൽ തന്നെ IM വിജയന്റെ അഭിപ്രായവും കൂടി ചേർത്തുകൊണ്ടാണ് ആ റിപ്പോർട്ടുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയാണ് എന്നതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മാതൃഭൂമിയിലേക്ക് വന്നാൽ സിൽവർ ലൈൻ തള്ളാതെ കേന്ദ്രം. ഇന്നലത്തെ റെയിൽവേ മന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നും സിൽവർ ലൈൻ തള്ളിക്കളയാതെ നൽകിയ മറുപടി അതുതന്നെ ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാതൃഭൂമി ലീഡാക്കിയിരിക്കുന്നു. സിൽവർ ലൈൻ കേന്ദ്രം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ പദ്ധതി രേഖ സമർപ്പിച്ചാൽ പരിഗണിക്കുമെന്ന് റെയിൽവേ മന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനമുള്ളത്. നിലവിലുള്ള DPR പ്രായോഗികമല്ല എന്ന് പറഞ്ഞതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇപ്പോഴത്തെ വിവാദങ്ങൾ വന്ദേ ഭാരത് അനുവദിച്ച സാഹചര്യത്തിൽ സിൽവർ ലൈൻ വേണ്ട, വന്ദേ ഭാരത് സിൽവർ ലൈനിന് പകരമാണ് എന്ന തരത്തിൽ നടത്തുന്ന ന്യായങ്ങളിലും വിവാദങ്ങളിലും വാദങ്ങളിലുമൊക്കെ ഒരു വഴിത്തിരിവാകുന്ന ഒരു പരാമർശമാണ്. അതുകൊണ്ട് ലീഡ് ചെയ്തുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, തീവണ്ടി തീവെപ്പ് കേസിൽ NIAക്ക് വിട്ടു എന്നുള്ളതാണ്. NIA കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന വിവരം, ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടെ ആ വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഷാരൂഖ് വിയ്യൂരിൽ ആണ് ഇപ്പോഴുള്ളത് എന്നതും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ റിപ്പോർട്ട്. മറ്റൊന്ന്, സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിലുണ്ടായ പരാമർശങ്ങളാണ്. വ്യക്തി നിയമങ്ങളിലേക്ക് ില്ലെന്ന് സുപ്രീം കോടതി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ വാർത്ത പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അധികാരം ആർക്കെന്ന് ആദ്യം തീരുമാനിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കോടതി നടപടിയിൽ മറ്റാരും ഇടപെടേണ്ട എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയതും കൂടി ആ റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. മറ്റൊന്നൊരു ചിത്രമാണ്, ഇന്ന് മാതൃഭൂമി കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. കടുത്ത വേനലിൽ പാറയിലെ കുഴിയിൽ ബാക്കിയായി ഇത്തിരി വെള്ളത്തിലേക്ക് കുളിര് തേടി ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ചിത്രമാണ്. എന്തായാലും ഈ ചൂട് സമയത്ത് അതിന്റെ എല്ലാ ഇതും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. വളരെ ഭംഗിയുള്ള ഒരു ചിത്രമാണ്. 2 കുട്ടികൾ വേനലവധി ആഘോഷിക്കുന്നു. അവർ കുളിര് തേടി ആ പാറയിലെ ഇത്തിരി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതാണ്. പക്ഷേ ഈ കാലത്ത് എപ്പോഴും കുളിര് തേടി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ട്, മതമേതായാലും പിതാവിൽ നിന്ന് വിവാഹ ധനസഹായത്തിന് പെൺമക്കൾക്ക് അർഹതയുണ്ട് എന്ന വിധി ഹൈക്കോടതിയുടേതായി വന്നതാണ്. ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും പിതാവിൽ നിന്നുള്ള വിവാഹ ധനസഹായത്തിന് പെൺമക്കൾക്ക് അർഹതയുണ്ട്. പിതാവിൽ നിന്ന് വിവാഹ ചെലവ് ലഭിക്കുകയെന്നത് അവിവാഹിതരായ പെൺമക്കളുടെ നിയമപരമായ അവകാശമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് PG ലൗജിത് കുമാറും ഉൾപ്പെട്ട ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടികളുടെ അവകാശമാണ് അവർക്ക് വിവാഹ ധനസഹായം കിട്ടുക എന്നതാണ് ഈ വിധിന്യായത്തിൽ ഉള്ളത്. കേന്ദ്രം നൽകാനുള്ളത് 463.96 കോടി, എന്നിട്ടും പെൻഷൻ മുടക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ NSAP ഗുണഭോക്താക്കൾക്ക് നൽകിയ സുരക്ഷാ പെൻഷന്റെ കേന്ദ്രവിഹിതമായ 463.96 കോടി രൂപ ഇനിയും സംസ്ഥാനത്തിന് കിട്ടാനുണ്ട്, ആരെയും കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഭട്ടിൻഡ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഏറെക്കാലത്തെ പ്രകൃതി വിരുദ്ധ പീഡനമെന്ന് പിടിയിലായ സൈനികന്റെ മൊഴി എന്ന വാർത്തയാണ്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. പക്ഷേ മാതൃഭൂമി ഇത് നൽകിയിട്ടുണ്ട്. ഇത് ഭട്ടിൻഡ പോലീസ് അറസ്റ്റ് ചെയ്ത ഗണ്ണർ ദേശായി മോഹൻ ഇങ്ങനെ ഒരു മൊഴി നൽകിയതായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ സൈനിക കേന്ദ്രങ്ങൾ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ നൽകിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഉന്നാവ് അതിജീവിതയുടെ വീടിന് പ്രതികൾ തീയിട്ടു എന്ന വാർത്ത, 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലെന്ന രാജ്യത്തെ ഞെട്ടിച്ച വാർത്ത അത് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ കഴിഞ്ഞ വർഷം കൂട്ടബലാത്സംഗത്തിനിരയായ ദലിത് പെൺകുട്ടിയുടെ വീട് ആക്രമിച്ച പ്രതികൾ അത് വീടിന് തീയിട്ടു. ബലാത്സംഗത്തെ തുടർന്ന് ഗർഭിണിയായിരുന്ന 11-കാരിയുടെ 6 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 2 മാസം പ്രായമായ മറ്റൊരു കുട്ടിക്കും ഗുരുതരമായി പൊള്ളലേറ്റു എന്ന വാർത്തയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കേരള കൗമുദിയിലേക്ക് പോയാൽ, വന്ദേ റെയിൽവേ
തിരുവനന്തപുരം കൊച്ചുവേളി നേമം ടെർമിനലിന് 156 കോടി അനുവദിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും വളരെ കാലമായുള്ള ആവശ്യമാണ്. അതിന് തുക അനുവദിച്ചിരിക്കുന്നു എന്നതാണ് വന്ദേ ഭാരത് കാസർഗോഡ് വരെ നീട്ടിയെന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള കൗമുദി കൈകാര്യം ചെയ്തിരിക്കുന്നത്. വർക്കല സ്റ്റേഷന് 170 കോടി അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വളരെ കാലമായുള്ള ആവശ്യങ്ങൾ, അതിന് തുക അനുവദിക്കുകയും അനുകൂല തീരുമാനവും ഉണ്ടായിരിക്കുന്ന സാഹചര്യം, അത് ലീഡ് ചെയ്തുകൊണ്ടാണ് കേരള കൗമുദിയുടെ ഈ റിപ്പോർട്ട്. മറ്റൊന്ന്, അൺഎയ്ഡഡ് സ്കൂൾ ഫീസ് നിയന്ത്രിക്കാൻ ത്രിതല സമിതി എന്ന വാർത്ത, അതും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. പുൽവാമ വെളിപ്പെടുത്തൽ, അത് ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. പ്രതിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളിൽ ഇങ്ങനെ ഒരു നീക്കം, പുൽവാമ വെളിപ്പെടുത്തൽ ആയുധമാക്കാൻ പ്രതിപക്ഷം, അങ്ങനെ ഒരു വാർത്ത നമുക്കിപ്പോൾ ഒരു PCR നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. രണ്ടാം ട്രയൽ റൺ നടക്കുകയാണ്. കാസർഗോഡ് വരെ നീട്ടിയതിനു ശേഷമുള്ള ട്രയൽ റൺ ആണ്. ഇപ്പോൾ കൊച്ചിയിൽ ട്രെയിൻ എത്തിയതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പരമാവധി 70 മുതൽ 80 കിലോമീറ്റർ വേഗത്തിലാണ് വന്ദേ ഭാരത് കഴിഞ്ഞ ദിവസമൊക്കെ ട്രയൽ റൺ നടത്തിയത്. ഇതുവരെ കണ്ണൂർ വരെ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള ട്രയൽ റൺ ആണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ഒപ്പം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുമുള്ള ട്രയൽ റൺ നടന്നിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് കാസർഗോഡ് വരെ ട്രെയിൻ നീട്ടാനുള്ളൊരു തീരുമാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ട്രയൽ റൺ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ എന്തായാലും കൊച്ചിയിലെത്തിയിരിക്കുന്നു. സുബി, കഴിഞ്ഞ ട്രയൽ റണ്ണിന്റെ സമയക്രമം അത് പാലിച്ചുകൊണ്ടാണോ അതോ സമയം മെച്ചപ്പെടുത്തിക്കൊണ്ടാണോ ഇപ്പോൾ നടന്ന ട്രയൽ റണ്ണിൽ കൊച്ചിയിൽ വന്ദേ ഭാരത് എത്തിയിരിക്കുന്നത്? രേണുക, അല്പസമയം മുമ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം നോർത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 8:28 ട്രെയിൻ എത്തിയത് എങ്കിൽ 3 മിനിറ്റ് വൈകിയിട്ടുണ്ട്. 8:32 എറണാകുളം നോർത്തിൽ ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ലോക്കോ പൈലറ്റ് മാറി കയറുന്നുണ്ട്. അതിനുള്ള താമസമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അല്പസമയത്തിന് ശേഷം ഇവിടെ നിന്ന് ട്രെയിൻ പുറപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയത്ത് നിന്ന് 55 മിനിറ്റ് സമയം കൊണ്ടാണ് എറണാകുളം നോർത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തവണ കാസർഗോഡ് വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്രയുള്ളത്. 12 മണിയോടുകൂടി തന്നെ കണ്ണൂരിലെത്തും. അവിടെ നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടും എന്നാണ് അറിയുന്നത്. ഏതായാലും രണ്ടാമത്തെ പരീക്ഷണ യോട്ടത്തിൽ 8:32 വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം നോർത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 8:28 കഴിഞ്ഞ തവണ 5:10 തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് 8:28 എറണാകുളം നോർത്തിൽ എത്തിച്ചേർന്നു. ഇത്തവണ 5:20 എടുത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് 8:32 ഈ എറണാകുളം നോർത്തിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ലോക്കോ പൈലറ്റ് മാറിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ കാസർഗോഡേക്ക് പോകുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ മന്ത്രി കാസർഗോഡേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് നീട്ടുന്നു എന്ന കാര്യം പറഞ്ഞത്. ഏതായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുവാൻ പോവുകയാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. 8:32 എറണാകുളം നോർത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രേണുക, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടാം ട്രയൽ റൺ ആണ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് കൊച്ചിയിൽ എത്തി. നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.
ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റണ്ണാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചിയിലെത്തി. അവിടെ 3 മിനിറ്റ് വൈകിയാണ് ഇന്നത്തെ ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും വാഹനം പുറപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. കാസർഗോഡ് വരെയാണ് ഈ ട്രയൽ റൺ. പത്രം 18 തുടരുകയാണ്. നമ്മൾ പുൽവാമ വെളിപ്പെടുത്തൽ ആയുധമാക്കാൻ പ്രതിപക്ഷം എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദി നൽകിയിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പാകിസ്ഥാൻ ആ വിഷയം മുതലെടുക്കാൻ നടത്തുന്ന ശ്രമം അത് നൽകിയിരിക്കുന്നു. ഒപ്പം ധവളപത്രം ഇറക്കണമെന്നാണ് വിഷയത്തിൽ ധവളപത്രം ഇറക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഉൾപ്പെടുത്തിയുള്ള വാർത്തയാണ്. മറ്റൊന്ന് കേരള കൗമുദിയുടെ ഒരു ഫോളോ അപ്പ് വാർത്തയാണ്. ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയത് 16,730 കോടി എന്ന കണക്ക് കേരള കൗമുദി വാർത്തയോട് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു എന്നതാണ് കേരള കൗമുദി പറയുന്നത്. അത് കേരള കൗമുദി നേരത്തെ ഇത് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നവർ 7 ലക്ഷമാണ് എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ ഇപ്പോൾ വരുമാന പരിധിയൊക്കെ അത്തരമുള്ള നിബന്ധനകളൊക്കെ കൃത്യമായി പാലിക്കുന്നത് അർഹരിലേക്ക് ഈ പണം എത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത്. അത് ഉൾപ്പെടുത്തി കേരള കൗമുദിയുടെ ഒരു ഫോളോ അപ്പ് വാർത്തയാണ് ഇത്. മറ്റൊന്ന്, ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ബിൽക്കിസ് ബാനു കേസിൽ പ്രതികളെ വിട്ടതെന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. ബിൽക്കിസിന് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതൊക്കെ സബ് ഹെഡിംഗ് ആയി നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഗവർണർ രാജ് കേരളവും തമിഴ്നാടും അത് ഗവർണർമാരുടെ നിലപാടിൽ യോജിച്ചുള്ള പോരാട്ടത്തിന് കേരളവും തമിഴ്നാടും തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത അത് പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ തൃണമൂൽ വിട്ട് 100 കണക്കിന് പേർ CPM-ൽ ചേർന്ന വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഒപ്പം ഫ്രണ്ട് പേജിൽ ഇത് എഡിറ്റ് പേജിലെ വാർത്തകളാണ്. മണിപ്പൂർ BJP-യിൽ കലാപം എന്ന വാർത്ത. ബീരേൻ സിംഗിനെ വെട്ടാൻ നീക്കം നടക്കുന്നു എന്ന വാർത്ത അതും ദേശാഭിമാനി വലിയ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഗവർണർ രാജ് ചെറുക്കാൻ കേരളവും തമിഴ്നാടും യോജിച്ച് പോർമുഖം തുറക്കുന്നു. 2 നേതാക്കളുടെയും ചിത്രത്തോടു കൂടിയുള്ള വാർത്തയാണ് ദേശാഭിമാനി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി അയച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പോരാട്ടത്തിൽ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകിയിരിക്കുന്നത്. അതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. മംഗളത്തിലേക്ക് വന്നാൽ അരിക്കൊമ്പന് തേക്കടി പെരിയാർ സങ്കേതം അനുയോജ്യമെന്ന് കോടതിയെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നു എന്ന വാർത്തയാണ്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇതൊരു വിഷയം ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. അതിൽ തേക്കടിയിലെ പെരിയാർ സങ്കേതം അനുയോജ്യമെന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയെന്നും അത് കോടതിയെ അറിയിക്കുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, വൈദേകം ഏറ്റെടുത്ത BJP മന്ത്രിയുടെ സ്ഥാപനം എന്ന വാർത്ത. രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനം വൈദേകം റിസോർട്ട് ഏറ്റെടുത്ത വാർത്ത. വിഷുദിനത്തിൽ കരാർ ഒപ്പിട്ടു എന്നതുമായി ബന്ധപ്പെട്ട് അത് മംഗളം നൽകിയിരിക്കുന്നു. കത്തുന്ന ചൂടിൽ പ്രതിസന്ധിയിലേക്ക് വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് സംബന്ധിച്ചൊരു റിപ്പോർട്ടാണ് മംഗളം കൊടുത്തിരിക്കുന്നത്. റെക്കോർഡിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം 10 കോടി കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നും അപ്പോൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമെന്നും അത് നിരക്ക് കൂട്ടുന്നതിലേക്ക് നയിക്കും എന്നും ആണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. കൂടുതൽ നിരക്ക് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ യൂണിറ്റ് ഉപഭോഗത്തിലേക്ക് എല്ലാ വീടുകളും കടന്നിട്ടുണ്ട്. കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ അത് അധിക ബാധ്യതയാകും എന്നത് ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത്. ഹിന്ദു ബിൽക്കിസ് ബാനുവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ ആ കേസിൽ കോടതിയിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. ഇറ്റ്സ് ബിൽക്കിസ് ടുഡേ, ഇറ്റ് ക്യാൻ ബി എനിബഡി ടുമാറോ എന്ന ജസ്റ്റിസ് KM ജോസഫിന്റെ പരാമർശം അത് ലീഡ് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ഹിന്ദു നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, Apex Court to see if Special Marriage Act can be gender neutral. ഇന്നലെ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അതിൽ ഉള്ള കോടതി പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് ജെൻഡർ ന്യൂട്രൽ ആക്കാൻ പറ്റുമോ എന്ന പരിശോധനയിലേക്ക് കോടതി കടക്കുന്നു. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. മറ്റൊന്ന്, മൂന്നാറിൽ
കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ മറ്റിടങ്ങളിലൊക്കെയും ചൂട് 40 ഡിഗ്രിയോട് അടുക്കുമ്പോൾ മൂന്നാറിൽ ഇപ്പോഴും 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ തന്നെയാണ് ടെമ്പറേച്ചർ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സന്ദീപ് വെള്ളാരത്തിന്റെ ഒരു റിപ്പോർട്ടാണ് അത് ഹിന്ദു നൽകിയിരിക്കുന്നു. മറ്റൊന്ന് NIA കേസ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. NIA ടേക്സ് ഓവർ ട്രെയിൻ ആസൻ കേസ് ഫയൽസ് FIR ഇൻവോക്സ് UAPA. FIR സമർപ്പിച്ചിരിക്കുന്നു. NIA പ്രത്യേക കോടതിയിൽ UAPA ചുമത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ഹിന്ദു പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുകയാണ്. ഡിലേ ഇൻ ബിൽസ്, പിണറായി സ്റ്റാലിൻ ടു ഫൈറ്റ് ടുഗദർ. ബില്ലുകൾ, പ്രധാനപ്പെട്ട ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ യോജിച്ച പ്രക്ഷോഭത്തിന് ഒപ്പം ഗവർണർ രാജിനെതിരായി യോജിച്ച പ്രക്ഷോഭത്തിന് കേരളവും തമിഴ്നാടും തയ്യാറെടുപ്പ് കൂടി നൽകിയിരിക്കുന്ന വാർത്ത ഹിന്ദുവും അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ആ വാർത്ത നൽകിയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളിലുള്ള പ്രധാന വാർത്തകൾ, വിശേഷങ്ങൾ. ബാക്ക് ടു രഞ്ജിനി ആൻഡ് രഞ്ജിത്ത്. താങ്ക് യു രേണുക. ഏതായാലും സമഗ്രമായി തന്നെ പത്രവിശേഷം രേണുക പ്രേക്ഷകർക്കായി നൽകി. നമുക്കിനിയും സുഡാനിലെ ആഭ്യന്തര കലാപം. കുറച്ച് ദിവസമായി ഇവിടെ ആഭ്യന്തര കലാപം തുടരുകയാണ്. 4 ദിവസത്തിന് ശേഷം വളരെ ആശ്വാസകരമായ ഒരു റിപ്പോർട്ടാണ് സുഡാനിൽ നിന്ന് വരുന്നത്. ആഭ്യന്തര കലാപത്തിന് താൽക്കാലിക ശമനം എന്നുള്ളതാണ്. 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നതാണ്. ഗോപിക സുരേഷ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗോപിക, 24 മണിക്കൂർ വെടിനിർത്തലാണ്. വലിയ കലാപമായിരുന്നു അവിടെ. ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എന്താണ് അല്പം എങ്കിലും ആശ്വാസം രാജ്യത്തിനുണ്ടാകുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. സുഡാനിൽ നിന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുഡാനിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചത്. 4 ദിവസം പിന്നിടുമ്പോൾ സുഡാനിൽ 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ 3 മണിക്കൂർ വെടിനിർത്തൽ മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇരുവിഭാഗം സൈനിക തലവന്മാരുമായി ഉള്ള ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ പോരാട്ട മേഖലയിൽ ഖാർത്തൂമിലൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പോരാട്ടം ഖാർത്തൂമിലും ഓംഡുർമാൻ നഗരത്തിലും തുടർന്ന് 5 നഗരങ്ങളിലേക്ക് ഈ ഒരു സംഘർഷം, പോരാട്ടം വ്യാപിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പോരാട്ട മേഖലയിൽ ഉള്ള ജനങ്ങൾക്ക് മാറി താമസിക്കുന്നതിനും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 1500-നും 1600-നും ഇടയിലുള്ള ഇന്ത്യക്കാരാണ് സുഡാനിൽ ഉള്ളത്. ഒപ്പം തന്നെ അതിൽ 100 പേർ മലയാളികളാണ്. ഇവരൊക്കെ ഇന്ത്യൻ എംബസി, സുഡാനിലുള്ള ഇന്ത്യൻ എംബസി നിർദ്ദേശം അനുസരിച്ച് അവരൊക്കെ തന്നെ വീടുകളിൽ തുടരുക എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയുടെ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഭക്ഷണത്തിനടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെ പങ്കുവച്ചത് ഈ പണമടക്കമുള്ള കാര്യങ്ങൾ അപഹരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് സുഡാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാം കരുതി വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം മറ്റുള്ളവരുമായി പങ്ക് വയ്ക്കുക. ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. ഭക്ഷണമടക്കം, ചികിത്സയ്ക്കടക്കം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ളവർ വീടുകളിൽ തന്നെ തുടരുക. വീടിന്റെ ജനാല, അതുപോലെ തന്നെ ടെറസ് അടക്കമുള്ള തുറസായ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ എത്തരുത്. കാരണം കനത്ത ഷെല്ലാക്രമണമാണ് ഖാർത്തൂമിലും ഓംഡുർമാൻ നഗരത്തിലും അടക്കം ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക. കുറച്ചു ദിവസങ്ങൾ കൂടി ഈ ഒരു സാഹചര്യം തന്നെ തുടരാനാണ് സാധ്യത എന്നും ഇന്ത്യൻ എംബസി സുഡാനിലുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഇരുവിഭാഗം സൈനിക മേധാവിമാരെ നോക്കുകയാണെങ്കിൽ അർദ്ധ സൈനിക വിഭാഗത്തിന് 40,000 പേരാണ് ഉള്ളത്. സൈനിക വിഭാഗത്തിൽ ഏതാണ്ട് 100,000 പേരാണ് ഉള്ളത്. അവരുടെ കയ്യിൽ വെടിക്കോപ്പുകൾ അടക്കമുള്ള വലിയ തരത്തിലുള്ള ആയുധ ശേഖരമുണ്ട്. എല്ലാ തരത്തിലുള്ള ആയുധ ശേഖരവും ഉപയോഗിച്ചുള്ള വലിയ തരത്തിലുള്ള ഒരു ആഭ്യന്തര പോരാട്ടം, ആഭ്യന്തര സംഘർഷം ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. പട്ടാള ഭരണം ആണ് സുഡാനിൽ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭരണം പിടിച്ച് അടക്കാനുള്ള ഇരുവിഭാഗം സേനകളും തമ്മിലുള്ള വലിയ തരത്തിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 4 ദിവസമായി കണ്ടുവരുന്നത്. ഈ ഒരു 4 ദിവസത്തെ പോരാട്ടത്തിന് ഇപ്പോൾ ഒരു താൽക്കാലിക ശമനമായിരിക്കുകയാണ് 24 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിലൂടെ. സുരേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏതായാലും വിവരങ്ങൾ പങ്കുവച്ചത്. സുഡാനിൽ താൽക്കാലിക ആശ്വാസം എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അതായത് മതനിന്ദ കുറ്റത്തിന് ഒരു ചൈനീസ് പൗരനെ പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചൈനീസ് പൗരനായ ആളെ ഞായറാഴ്ചയാണ് പാക് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. മതമൗലികവാദികളിൽ നിന്നും അക്രമമുണ്ടാകുമെന്ന് ഭയന്ന് പിന്നീട് സൈനിക ഹെലികോപ്റ്റർ വഴി അബോട്ടാബാദിലേക്ക് മാറ്റി. ഒരു സംഘം പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ തങ്ങളുടെ ഒരു എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്ത വിവരം പരിശോധിക്കുകയാണെന്നും സംഭവത്തിൽ ചൈനീസ് അധികൃതർ വ്യക്തമാക്കി. രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള അടുത്ത ബന്ധം കണക്കിലെടുത്ത് ആൾക്കൂട്ട ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ചൈനീസ് എഞ്ചിനീയറെ ഉന്നത സുരക്ഷാ ജയിലിൽ പാർപ്പിച്ച് പാകിസ്ഥാൻ അസാധാരണമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായാണ് വിവരം. ചൈനീസ് പൗരൻ അലാഹുവിനും പ്രവാചകനുമെതിരെ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായി ആണ് ആരോപണം. പാകിസ്ഥാനിലെ കടുത്ത മതനിന്ദ നിയമങ്ങൾ പ്രകാരം ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷയാണ് ലഭിക്കുക. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച ചൈനീസ് പൗരൻ തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നാഗർകോവിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീപിടിച്ചു. നാഗർകോവിലിന് സമീപത്തായിരുന്നു സംഭവം. ആശാരിപള്ളം സ്വദേശികളായ രാജാറാമും കുടുംബവും സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരായ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യാത്രക്കിടയിൽ വാഹനത്തിൽ നിന്നും പുകയുയർന്നു. തുടർന്ന് വാഹനം നിർത്തി പരിശോധിച്ചപ്പോൾ പെട്ടെന്ന് തീ പടരുകയായിരുന്നു. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ മയിലുകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. കൂട്ടത്തോടെ എത്തുന്ന മയിൽക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ച് മടങ്ങുകയാണ്. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. വനമേഖലയുടെ അടുത്തു കിടക്കുന്ന അമ്പൂരി, കള്ളിക്കാട്, വെള്ളറട പ്രദേശങ്ങളിലാണ് കുരങ്ങുകൾക്കും കാട്ടുപന്നികൾക്കും പുറമെ മയിലുകളും നാശമുണ്ടാക്കുന്നത്. ഇതോടെ പ്രദേശത്തെ കർഷകർ ആശങ്കയിലാണ്. കൂട്ടമായെത്തുന്ന മയിലുകൾ ധാന്യവിളകൾ പലതും നശിപ്പിച്ചു കഴിഞ്ഞു. മരച്ചീനിയും വാഴയും ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ എത്തുന്ന മയിലുകൾ കുരുനിലകൾ ഉൾപ്പെടെ കൊത്തി നശിപ്പിച്ചാണ് മടങ്ങുന്നത്. മയിലുകൾ കൂട്ടമായി പറന്നിറങ്ങുന്നത് കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും അവ വിതച്ചുവെച്ച് പോകുന്ന നാശം കർഷകരെ പ്രയാസത്തിലാക്കുന്നു. മയിലാണെങ്കിൽ കൂട്ടത്തോടാണ് കൂടുതൽ വരുന്നത്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നശിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കേസാകത്തില്ലേ? അത് പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. വനം വകുപ്പ് അധികൃതർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും കേട്ടമട്ടില്ല. വന്യജീവികളെ തുരത്തി ഓടിച്ചാൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ. സർക്കാർ ഇടപെട്ട് തങ്ങളുടെ കൃഷിയിടം സംരക്ഷിച്ച് നൽകണമെന്നാണ് മലയോര മേഖലയിലെ കർഷകരുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. ഇനി ചില വിനോദ ഏതായാലും പ്രഭാത കേരളം അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.